ബ്രിട്ടീഷുകാരുടെ കാലത്തും ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ നിലമ്പൂർ പാതയുണ്ട്, റെയിൽവേ പാത. അത് നിലമ്പൂർ കാടുകളിൽ നിന്നും തടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബിസിനസ് സംബന്ധമായിട്ട് അവരുണ്ടാക്കിയ റോഡാണത്. റെയിൽവേ പാതയും അവരുണ്ടാക്കിയതാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മുതൽക്ക് വളാഞ്ചേരി വരെയുള്ള റോഡ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയത്. അപ്പോൾ അവർ ഭരിച്ചിരുന്ന സമയത്ത് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാനുള്ള ഗതാഗത സൗകര്യം അത് സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളിലൂടെയാണ് അവർ കണ്ടെത്തിയത്. ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികാരത്തിലിരിക്കുന്നത് ആരുമാകട്ടെ, രാജവംശങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ വിവിധ സർക്കാരുകളായിക്കോട്ടെ, അവരൊക്കെ അവരുടെ ആ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടും അതോടൊപ്പം ജനോപകാരപ്രദമായിട്ടും ധാരാളം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. വിധിവശാൽ ചിലപ്പോൾ അത് ജനങ്ങൾക്ക് പ്രതികൂലമായിട്ടും തീരാറുണ്ട്. അപ്പോൾ ഇതിഹാസങ്ങളിലെ യുദ്ധം ചരിത്രങ്ങളിലെ യുദ്ധവുമായിട്ട് നമ്മളൊരിക്കലും താരതമ്യപ്പെടുത്തരുത്. കാരണം ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമൊക്കെയുള്ള യുദ്ധങ്ങൾ ഭാവനാത്മകമാണ്. 90% ഭാവനാത്മകമാണ്. ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു, അല്ലെങ്കിൽ വരണാസ്ത്രം കൊണ്ട് തടുത്തു. വായവ്യാസ്ത്രം പ്രയോഗിച്ചു, അത് പർവ്വതാസ്ത്രം കൊണ്ട് തടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു 90% ഭാവനാത്മകമാണ്. ഇതെങ്ങനെ സാധിക്കും എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാവും. പക്ഷെ ചില കാര്യങ്ങളിലൊക്കെ ഇന്ന് ശാസ്ത്രം പുരോഗതി പ്രാപിച്ച ഈ ഘട്ടത്തിൽ അത്തരം ചില കാര്യങ്ങൾ ഇന്ന് പ്രായോഗികമായിട്ട് ശരിയായിട്ട് വരുന്നുമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രഹ്മാസ്ത്രം യുദ്ധത്തിൽ പ്രയോഗിച്ചു. ആ ബ്രഹ്മാസ്ത്രം വീണ സ്ഥലത്ത് 4 തലമുറകളോളം ഒരു പുല്ല് പോലും മുളയ്ക്കില്ല എന്നാണ്. ബ്രഹ്മാസ്ത്രം കാലാവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നാണ്. കാലാവസ്ഥ തകിടം മറിയും. നിരവധി പകർച്ചവ്യാധികൾ ഉണ്ടാവും. ജീവരാശി, മനുഷ്യൻ മാത്രമല്ല, ജീവരാശികളൊന്നും ബ്രഹ്മാസ്ത്രം വീണ സ്ഥലത്ത് ഉണ്ടാവില്ല. ഇതാണ് യുദ്ധത്തിൽ പറയുന്നത്. പക്ഷേ ഇത് ഇന്ന് നമ്മൾ ശാസ്ത്രവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്രഹ്മാസ്ത്രത്തിന് തുല്യമായിട്ടുള്ള ഒന്നാണ് ആറ്റം ബോംബ്, ന്യൂക്ലിയർ ബോംബ്. ഇപ്പോൾ എവിടെയെങ്കിലും വല്ല ന്യൂക്ലിയർ ഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ, എക്സ്പ്ലോഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ തലമുറയായിട്ട് ആളുകളതിൻ്റെ വിഷമം അനുഭവിക്കും. ഹിരോഷിമയിലും നാഗസാക്കിയിലും ജപ്പാനിലും നമ്മളതാണ് കണ്ടത്. 2 ലോകയുദ്ധങ്ങൾ കഴിഞ്ഞു. 1-ാം ലോകയുദ്ധവും 2-ാം ലോകയുദ്ധവും, ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ. ഓരോ യുദ്ധങ്ങൾ കഴിയുമ്പോഴും ലോകം തന്നെ 30-40 കൊല്ലങ്ങൾ പുറകോട്ടാണ് പോകുന്നത്. ഒരു യുദ്ധം വരുത്തിവെക്കുന്ന വിന അതാണ്. നമുക്ക് പറയാൻ എളുപ്പമാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ രസമാണ്, അത് വിവരിക്കാനും രസമാണ്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സുഖമാണ്. പക്ഷേ ഒരു യുദ്ധം മൂലം നശിക്കുന്നത് ഒരു നാഗരികതയാണ്, ഒരു സംസ്കാരത്തിൻ്റെ തകർച്ചയാണ്. വർത്തമാന ലോകത്തിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ ഇരുന്ന് ഈ രാമായണം കേൾക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആയുധങ്ങളുടെ ശബ്ദം, കോലാഹലം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും. 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു, നശിച്ചിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഉക്രൈനും അതുപോലെ തന്നെ റഷ്യയും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര നിരപരാധികളായ ആളുകൾ അതിൽ കൊല്ലപ്പെട്ടു. പാലസ്തീൻ, ഗാസ, ഇസ്രയേൽ സംഘർഷം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര കുഞ്ഞുങ്ങൾ അവിടെ മരിച്ചു വീഴുന്നു.
ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വരി നിൽക്കുന്ന ആളുകൾ, നിഷ്കളങ്കരായ ആളുകളെ നമ്മൾ ആക്രമിക്കുന്നു. അവരെന്തു പഴിച്ചു? ശ്രദ്ധിക്കുക, ഒരു അനൗൺസ്മെൻറ്റ്. കോഴിക്കോട് കല്ലായിയിൽ നിന്നും വന്ന വസന്തയെ കാത്ത് മകൻ ഷിജിത്ത് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗേറ്റിന് സമീപം കാത്തു നിൽക്കുന്നു. ഷിജിത്ത് ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗേറ്റിന് സമീപം എത്തണമെന്ന് അറിയിക്കുന്നു. ശ്രദ്ധിക്കുക, ഒരറിയിപ്പ്. കോഴിക്കോട് കല്ലായിയിൽ നിന്നും വന്ന വസന്തയെ കാത്ത് മകൻ ഷിജിത്ത് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗേറ്റിന് സമീപം നിൽക്കുന്നുണ്ട്. ഷിജിത്ത് ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗേറ്റിന് സമീപം എത്തണമെന്ന് അറിയിക്കുന്നു. പ്രഭാഷണം തുടരുന്നു. ശ്രദ്ധിക്കുക, പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ യുദ്ധങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. ഈ യുദ്ധങ്ങൾക്കൊക്കെ പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യങ്ങൾ ചരിത്രത്തിൽ വേറെയും ഇതിഹാസ പുരാണങ്ങളിൽ വേറെയും ആണ്. ഉദാഹരണം, രാമരാവണ യുദ്ധം എടുക്കാം. രാമായണത്തിൽ ഈ രാമരാവണ യുദ്ധം എടുത്തു കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ രാമൻ്റെ അധികാരപരിധി വിസ്തൃതമാക്കുവാനോ അല്ലെങ്കിൽ അയോധ്യയുടെ ഭരണം ലോകത്ത് മുഴുവനും സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടോ ഇതൊന്നും ആയിരുന്നില്ല. രാമരാവണ യുദ്ധമുണ്ടായത് ഒരു സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി ആ സീതയെ വീണ്ടെടുത്ത് കൊണ്ടുവരണം, അതിനു വേണ്ടിയിട്ട് ആണ് അവിടെ പ്രതിലോമകാരികളായ ഈ രാവണനെയും രാവണൻ്റെ കൂട്ടാളികളെയും ഒക്കെ ഭഗവാൻ കൊന്നൊടുക്കിയത്. അപ്പോൾ സീത എന്നൊരു നിമിത്തം, അതാണ് യുദ്ധത്തിന് കാരണം. പല യുദ്ധങ്ങളിലും ചരിത്രത്തിൽ ഇങ്ങനെയുള്ള നിസ്സാരമായ കാരണമല്ല, ഒരു സ്ത്രീ നിമിത്തമോ. ഇപ്പോൾ മഹാഭാരതം എടുത്തു നോക്കാം. അവിടെ എന്താണ്? സ്വത്ത് തർക്കമാണ്. ഒരു 5 പേർക്ക് പാണ്ഡവന്മാർക്ക് അവകാശപ്പെട്ട ഭൂമി അവർക്ക് കൊടുക്കണം. അപ്പോൾ 5 രാജ്യം കൊടുക്കില്ല, 5 സ്ഥലം കൊടുക്കില്ല, 5 ദേശം കൊടുക്കില്ല, കാല് കുത്താൻ പോലും സ്ഥലം കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു. കൃഷ്ണൻ ദൂതിന് പോയി. ആ ദൂതൊക്കെ വെറുതെയായി, അസമാധാന ദൂതൊന്നും ഇല്ലാതെയായി, കലഹമായി, കുരുക്ഷേത്ര യുദ്ധത്തിൽ കലാശിച്ചു. അവിടെ സ്വത്തിന് വേണ്ടിയിട്ട്. അല്ലാത്ത സാമ്രാജ്യത്വം വലുതാക്കാനോ വികസിപ്പിക്കാനൊന്നും ഇതിഹാസങ്ങളിലൊന്നും യുദ്ധം ഉണ്ടായിട്ടില്ല. തന്നെയുമല്ല, രാമായണത്തിൽ നമുക്ക് യുദ്ധം വിവരിക്കുമ്പോൾ അതിൽ ചില സൈന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒക്കെ വാനര സൈന്യമാണ്. ഈ വാനര സൈന്യത്തിൻ്റെ തലസ്ഥാനം കിഷ്കിന്ധയാണ്. അവിടുത്തെ രാജാവ് സുഗ്രീവനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാനര സൈന്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ വാനരന്മാരെ എങ്ങനെ യുദ്ധം ചെയ്യും? വാനരന്മാർ മനുഷ്യന്മാരെ പോലെ എങ്ങനെ സംസാരിക്കും? വാനരന്മാർക്ക് എങ്ങനെ കുടുംബം ഉണ്ടാവും? വാനരന്മാരെങ്ങനെ മറ്റുള്ള മനുഷ്യന്മാർ ചെയ്യുന്നത് പോലെ യുദ്ധം ചെയ്യും? ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിൽ വരാം ചോദ്യങ്ങളായിട്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് സമാധാനം എന്താ ചോദിച്ചാൽ, വാനര സൈന്യം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കുരങ്ങന്മാരല്ല. അങ്ങനെയും ചിന്തിക്കാം. ഈ ഹനുമാനും വിഭീഷണനും സുഗ്രീവനും ബാലിയും അങ്കദനും നളനും നീലനും ഒന്നും സാധാരണ ഒരു കുരങ്ങന്മാരൊന്നുമല്ല. അവർ ഒരു വംശത്തിൽ പിറന്നവരാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിൽ മൂഷിക വംശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മൂഷിക വംശത്തിലെ രാജാക്കന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. അവരൊക്കെ മൂഷികന്മാരാണ്. മൂഷക രാജവംശം. അതിലെ കോലത്തിരി രാജാക്കന്മാരൊക്കെ മൂഷക രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണ്. കൊച്ചി ഭരിച്ചിരുന്നു. തിരൂര് വരെ അവരുടെ ഭരണമുണ്ടായിരുന്നു. വെട്ടത്ത് നാട് വരെ മൂഷക രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്.
അത് വിചാരിച്ചിട്ട് അവരൊക്കെ എലിയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ചേര രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചേരളം എന്നുള്ളത് കേരളമായി മാറിയത്. ചേര രാജാക്കന്മാർ ഭരിച്ചത്, ചേര പെരുമാൾ രാജാക്കന്മാർ, അതുകൊണ്ട് അവരൊക്കെ ചേരയാണ്. ചേരയൊന്നുമല്ല അവർ. അതുപോലെ തന്നെ ഒരു രാജാവുണ്ട്, ആ രാജാവിൻ്റെ പേര് പുലികേശി, പുലിവംശത്തിൽപ്പെട്ടവരാണ്. പുലികേശി ഒന്നാമൻ, പുലികേശി രണ്ടാമൻ, അവരൊക്കെ പുലിയാണ്. ശ്രീലങ്കയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോയാൽ കാണാം ഒരു വംശം, ആ വംശത്തിൻ്റെ പേര് സിംഹള വംശം എന്നാണ്, ഇപ്പോഴും ഉണ്ടത് അവിടെ. അയച്ചിട്ട് അവരൊക്കെ സിംഹങ്ങളാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇതൊക്കെ ഓരോ പേരുകളാണ്, വംശത്തിൻ്റെ പേരുകളാണ്. അതേപോലെ ഒരു വംശത്തിൻ്റെ പേരായിട്ട് കണക്കാക്കിയാൽ മതി വാനരവംശം. അതാണ് സുഗ്രീവനും വിഭീഷണനും ജാമ്പവാനും എല്ലാവരും അതിൽപ്പെട്ടത്. അല്ലാതെ അത് സാധാരണ കുരങ്ങന്മാർ എന്ന അർത്ഥത്തിൽ നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോഴേ രാമായണം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. തന്നെയുമല്ല, ഇവിടെ കാണുന്ന ഹനുമാനും അങ്കുതനും നളനും നീലനും ഒന്നും മരഞ്ചാടി നടന്നിട്ടോ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് കനികൾ ഭക്ഷിച്ചതായിട്ടോ ഒന്നും രാമായണത്തിൽ പറയുന്നില്ല. ഒരു മനുഷ്യൻ ചെയ്യുന്ന മാതിരി തന്നെയാണ് അവരൊക്കെ ചെയ്തത്. ഇപ്പം ഹനുമാനെക്കുറിച്ച് പറയുമ്പോൾ വാൽമീകി രാമായണത്തിലൊക്കെ പറയുന്നുണ്ട്, ഹനുമാൻ ഏറ്റവും നല്ല പുരുഷ ലക്ഷണമുള്ള ഒരാളാണ് ഹനുമാൻ. ഒന്നാലോചിച്ച് നോക്കൂ, ഹനുമാൻ്റെ ഭംഗി നല്ല പുരുഷ ലക്ഷണമാണ് ഹനുമാൻ. അസന്നിഗ്ധം, അവിളംബിതം, അദ്രുതം, ഇതൊക്കെയാണ് വാൽമീകി മഹർഷി ഹനുമാൻ്റെ ആ സംഭാഷണത്തെ വിവരിക്കുന്നത്. അസന്നിഗ്ധം, ഉറപ്പിച്ച് പറയും. അവിളംബിതം, അധികം താമസമില്ലാതെ കാര്യങ്ങൾ പറയും. അദ്രുതം, എന്നാൽ വേഗത്തിലും അല്ല. ഇതൊക്കെയാണ് ഹനുമാൻ്റെ ലക്ഷണം. ഒരു വാനരൻ അങ്ങനെയൊക്കെ ജീവിക്കൂ, സംസാരിക്കൂ. രാവണനുമായിട്ട് ദൂത് പറയാൻ വേണ്ടി രാവണൻ്റെ അടുത്ത് ഒരു വാനരന് ചെന്ന് ദൂത് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ ഭാവനാവിലാസമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെങ്കിലും ചരിത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മൂഷകവംശം, ചേരവംശം, സിംഹളവംശം മുതലായ വംശങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് കിഷ്കിന്ധ തലസ്ഥാനമായി ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന ഒരു ആദിവാസി അപരിഷ്കൃത സമൂഹമായി കൂടെ. ഇന്ത്യ ചരിത്രത്തിൽ ഹൂണന്മാരെക്കുറിച്ച് പറയുന്നത് പോലെ ഇന്ത്യ ചരിത്രത്തിൽ ഹൂണന്മാരെക്കുറിച്ച് പരാമർശമുണ്ട്. അപരിഷ്കൃതരാണ് ഹൂണന്മാർ. ഈ ഹൂണന്മാരാണ് പലപ്പോഴും ഇന്ത്യയെ പുറത്തുനിന്ന് വന്ന് ആക്രമിച്ചത്. ഈ ഹൂണന്മാരെയാണ് അന്ന് ചോളന്മാരും അതേപോലെ തന്നെ ചാലൂക്യ വംശത്തിൽപ്പെട്ട ആൾക്കാരും ഒക്കെ എതിർത്തത്. ചാലൂക്യന്മാരും ചോളന്മാരുമൊക്കെ അവരുമായി നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. മുഗളന്മാർ പോലും അവരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു, ഹൂണന്മാരുമായിട്ട്. കാരണം അവർ അപരിഷ്കൃതരാണ്. അവർ യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ ഈ വാളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അവർ യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്നത് കുന്തം, അതുപോലെ തന്നെ മരത്തിൻ്റെ കഷ്ണങ്ങൾ, പുലിനഖങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ ആക്രമിച്ചിരുന്നത്. കാരണം അവർ പ്രാകൃതരായ ആളുകളാണ്. അപ്പോൾ യുദ്ധകാന്ഡം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലെ രാക്ഷസന്മാരും ഇതിലെ വാനരന്മാരും ഒക്കെ ഓരോ വംശത്തിലുള്ള രാജാക്കന്മാരായിരുന്നു എന്ന് നമ്മൾ പൊതുവെ ധരിക്കാം. കിഷ്കിന്ധ തലസ്ഥാനമായിട്ട് ഭരിച്ചിരുന്ന തെക്കേ ഇന്ത്യയിലെ പ്രബലമായ ഒരു രാജവംശം, അതാണ് സുഗ്രീവ വംശം. സുഗ്രീവ രാജാവായിട്ട് വാഴിക്കുന്ന വാനര വംശം. അത് ലങ്കയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആധിപത്യമുള്ള രാക്ഷസ വംശം രാവണനാണ് അവിടെ ആ വംശത്തിൽ ഏറ്റവും പ്രഗത്ഭനായ രാജാവ്. ഇന്നും ലങ്കയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സിംഹളന്മാരും തമിഴന്മാരും ഒക്കെ ധാരാളം തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ലങ്ക. അവിടേക്ക് ചെന്നാൽ അവർ പറയും രാവണനാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം. അവിടെ രാവണൻകോട്ട എന്നൊരു കോട്ടയുണ്ട് ലങ്കയിൽ. ആ രാവണൻകോട്ടയുടെ സവിശേഷത വിനോദ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. എത്രയോ ടൂറിസ്റ്റുകൾ രാവണൻകോട്ട കാണാൻ പോകുന്നുണ്ട്. അവിടെ സീതയെ
കൊണ്ടുപോയി താമസിപ്പിച്ച സ്ഥലം കാണാം. രാവണൻ ഇരുന്ന് ഭൃത്യന്മാരോടും മറ്റുള്ളവരോടും ആജ്ഞ കൊടുത്ത സ്ഥലം കാണാം. ഇതൊക്കെ അവിടെ കാണാം. രാവണൻ കോട്ട എന്നാണ് അതിൻ്റെ പേര്. രാവണനാണ് അവിടുത്തെ അവരറിയുന്നത് രാവണനെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ രാമായണം തന്നെ പല രാമായണങ്ങളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രാമായണം ഇത് അധ്യാത്മരാമായണമാണ്. ഈ അധ്യാത്മരാമായണം മൂലം മലയാളത്തിലേക്ക് കിളിപ്പാട്ടായിട്ട് 16-ാം ശതകത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ തർജ്ജമ ചെയ്തത്. അത് പദാനുപദം തർജ്ജമയല്ല, കിളിപ്പാട്ട് രൂപത്തിൽ ഭാഷാവൃത്തത്തിലാണ് അദ്ദേഹം അത് തർജ്ജമ ചെയ്തത്. അധ്യാത്മരാമായണം മൂലം വളരെ ചെറിയ പുസ്തകമാണ്. അധികം ശ്ലോകങ്ങളൊന്നുമില്ല. 1000 ശ്ലോകങ്ങളെല്ലാം ഉണ്ടോ സംശയം. അധ്യാത്മരാമായണം മൂലം. നേരെ വാത്മീകി രാമായണം അങ്ങനെയല്ല. വാത്മീകി രാമായണം മൂലം ബൃഹത്തായൊരു ഗ്രന്ഥമാണ്. അത് എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടില്ല. ഈ അധ്യാത്മരാമായണം തർജ്ജമ ചെയ്യാൻ കാരണം അതിൽ വാത്മീകി രാമായണത്തേക്കാൾ കൂടുതൽ ഭക്തി ഏറ്റവും കൂടുതൽ വരുന്നത് അധ്യാത്മരാമായണത്തിലാണ്. അന്ന് 16-ാം ശതകം എന്ന് പറയുമ്പോൾ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടമാണ്. ഇന്ത്യയിൽ മുഴുവൻ തന്നെ അലയടിച്ചു വന്നിരുന്ന ഒന്നാണ് ഭക്തിപ്രസ്ഥാനം, നവോത്ഥാനം. അപ്പോൾ ഭക്തിയെ പ്രധാന കേന്ദ്രബിന്ദുവാക്കിയിട്ട് മനുഷ്യന്മാരുടെ മനസ്സുകളെ നന്നാക്കിയെടുക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു യജ്ഞത്തിൻ്റെ പൂർത്തീകരണമാണ് വാസ്തവത്തിൽ ഇത്തരം ഭാഷാന്തരീകരണങ്ങളെല്ലാം. അത് എല്ലാ ഭാഷയിലും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. എഴുത്തച്ഛൻ, അതുപോലെ തന്നെ ചെറുശ്ശേരി, ഇവരൊക്കെ അതിൻ്റെ പ്രയോക്താക്കളായിരുന്നു. തമിഴ്നാട്ടിലുണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് തിരുക്കുറൾ, തിരുവള്ളവരുടെ തിരുക്കുറൾ. അതിലേറ്റവും പ്രധാനമാണ് കമ്പരാമായണം. മഹാരാഷ്ട്രയിലുണ്ടായിട്ടുണ്ട് ജ്ഞാനേശ്വരിയുടെ ഭഗവത്ഗീത ഭാഷ്യം. ബംഗാളിലുണ്ടായിട്ടുണ്ട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം. അങ്ങനെ ഓരോ സ്റ്റേറ്റുകളിലും, അന്ന് ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകളായിട്ട് വിഭജിച്ചിട്ടില്ല എങ്കിൽ പോലും അന്ന് ഇന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും അതാത് പ്രദേശങ്ങളിൽ ധാരാളം നവോത്ഥാനങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ നവോത്ഥാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതിൻ്റെ അംഗീയായ രസം ഒരു നവോത്ഥാനത്തിൽ അങ്ങനെയുണ്ട്. ഈ നോവലുകളിലൊക്കെ പറയുന്നത് പോലെ, ആഖ്യായികകളിലൊക്കെ പറയുന്നത് പോലെ അംഗീയായ രസം, നാടകത്തിലൊക്കെ പറയും അംഗീയായ രസം. അത് ശൃംഗാരമാണോ ഭക്തിയാണോ എന്താണോ എന്നുള്ളത് ആ കൃതി വായിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഈ നവോത്ഥാന കാലഘട്ടത്തിൽ ഈ കൃതികളിലെല്ലാം ഉണ്ടായ അംഗീയായ രസം ഏതാണെന്ന് ചോദിച്ചാൽ ഭക്തിയാണ്. അത് 16-ാം ശതകത്തിൽ മാത്രമാണോ ഉണ്ടായതെന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഭാഗവതം മുതലായ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. അത് 16-ാം ശതകത്തിന് മുമ്പാണ്. ഈ ഭാഗവതം മൂലം എടുത്തു നോക്കിയാലും അതിൽ അംഗീയായ രസം ശൃംഗാരമോ അല്ലെങ്കിൽ മറ്റുള്ള വികാരങ്ങളൊന്നുമല്ല. അതിലേറ്റവും അംഗീയായ രസം ഭക്തി തന്നെയാണ്. കാരണം നാരദ മഹർഷി ഒരു സ്ത്രീയെ കാണുകയാണ്. നാരദ മഹർഷി അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീയെ കാണും. ആ സ്ത്രീ വളരെയധികം ക്ഷീണിതയാണ്. അപ്പോൾ ആ സ്ത്രീയുടെ അടുത്ത് 2 കുട്ടികളുണ്ട്. കുട്ടികൾക്ക് തല പൊന്തിക്കാൻ വയ്യ, വളരെയധികം ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ നാരദ മഹർഷി ചോദിക്കുകയാണ്, നീ ആരാണ്? ഈ 2 കുട്ടികൾ ആരാണ്? അപ്പോൾ ആ സ്ത്രീ പറയാണ് നാരദ മഹർഷിയോട്, ഞാൻ ഭക്തി എന്നാണ് എൻ്റെ പേര്, ഞാൻ ഭക്തിയാണ്, ഇത് എൻ്റെ കുട്ടികളാണ്. ഒരു കുട്ടിയുടെ പേര് ജ്ഞാനം, മറ്റേ കുട്ടിയുടെ പേര് വൈരാഗ്യം. ഞങ്ങളങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നാണ് പുറപ്പെട്ടത് യാത്ര. ആ തമിഴ്നാട്ടിലൂടെ ആന്ധ്രാപ്രദേശിലൂടെയൊക്കെ ഇങ്ങനെ വന്ന് ഇപ്പോൾ വൃന്ദാവനം ഉത്തർപ്രദേശിലെത്തി. ഇപ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾക്ക് തല പൊന്തിക്കാം എന്നായി, പക്ഷേ നടക്കാൻ വയ്യ. അപ്പോൾ നാരദ മഹർഷി അവരെ നടത്താൻ വേണ്ടി ശ്രമിച്ചു. എങ്ങനെ? അവർക്ക് ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തു.
രാമായണം മുതലായ പുരാണ ഇതിഹാസങ്ങൾ മുഴുവനും അവർക്ക് ചൊല്ലിക്കൊടുത്തു, ഉപനിഷത്തുകൾ പാടിക്കൊടുത്തു, മന്ത്രങ്ങൾ പലതും ഉപദേശിച്ചു കൊടുത്തു. കുട്ടികളെ തല പൊന്തിച്ചില്ല. ഭക്തിക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പോലും സാധിച്ചില്ല. അപ്പോൾ നാരദ മഹർഷി ഭക്തി എന്ന അങ്കിയായ രസം തുളുമ്പി നിൽക്കുന്ന ശ്രീമദ് ഭാഗവതം അത് കേൾപ്പിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ ദ്വാദശാക്ഷരി മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ, കലിസന്തരോപനിഷത്തിൽ പറയുന്ന ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി, ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഇതൊക്കെ ചൊല്ലിക്കൊടുത്തപ്പോഴാണ്, ആ ഭാഗവതാമൃതം കേട്ടപ്പോഴാണ് ആ ഭക്തി ആ തലയൊക്കെ ഒന്ന് പൊന്തിച്ചു. കുട്ടികളൊക്കെ ഉഷാറായി, അവർ നടക്കാൻ തുടങ്ങിയെന്ന്. അപ്പോൾ ഇവിടെ ഭക്തിക്ക് ഏറ്റവും പ്രധാനം നടക്കാൻ കഴിയാത്ത ഒരാളെ നടത്തിക്കാൻ ഭക്തിക്ക് സാധിക്കും. 40 ദിവസം വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകാൻ സാധിക്കുമോ എന്ന് കുഞ്ഞൂട്ടന് അറിയില്ല. കുഞ്ഞൂട്ടന് ഒരുപാട് അസുഖങ്ങളുണ്ട്, പ്രഷറുണ്ട്, ഷുഗറുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ വ്രതമൊക്കെ എടുത്തിട്ട് എങ്ങനെ ശബരിമലയ്ക്ക് പോവും? ഡയറ്റൊക്കെ തെറ്റും, ഡയറ്റ്. അപ്പോൾ പക്ഷെ കുഞ്ഞൂട്ടൻ എന്ത് ചെയ്തു? അയ്യപ്പനെ മാത്രം മനസ്സിൽ വിചാരിച്ച് ഇരുമുടി കെട്ടുവേന്തി എപ്പോഴും നാമം ജപിച്ച് എല്ലാ വീടുകളിലും പോവും. ഭജനയൊക്കെ ഉണ്ടാവും, സ്വാമി ഭിക്ഷയൊക്കെ ഉണ്ടാകുമ്പോൾ വീടുകളിലൊക്കെ പോയിട്ട് സ്വാമി ഭിക്ഷയിലൊക്കെ പങ്കെടുക്കും, കാണിപ്പാട്ട് കഴിക്കും. ഇതൊക്കെ കഴിച്ച് അതിലൊക്കെ പങ്കെടുക്കാം, അയ്യപ്പമ്മളൊക്കെ കൂടി ആഘോഷിക്കും. ഇതൊക്കെ കഴിച്ചപ്പോൾ എന്താ ഭക്തിയിൽ മുഴുകിയപ്പോൾ കുഞ്ഞുകുട്ടൻ അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളൊക്കെ മറന്നു, സുഖമായിട്ട് മലയ്ക്ക് പോയി തിരിച്ചു വന്നു. ഡോക്ടറടക്കം അത്ഭുതപ്പെട്ടു. നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞതാണ്. അതൊക്കെ വെച്ച് വലിയ മല കയറി, നീലിമല കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ കുഞ്ഞുകുട്ടനെ മല കയറ്റിയത് ആരാ? അഭക്തി എന്ന അചഞ്ചലമായ വിശ്വാസം, മനസ്സിൻ്റെ പുറപ്പ്. മനസ്സിന് കരുത്ത് നൽകാൻ ഏറ്റവും നല്ലൊരു മരുന്ന്, നല്ലൊരു ടോണിക്കാണ് ഭക്തി എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ക്ഷീണിച്ച് കിടന്നിരുന്ന അവരൊക്കെ ഉണർന്നത്. ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ ഉണർന്നു, ആ ഭക്തി ഉണർന്നു നാമജപം കേട്ടപ്പോൾ. പിന്നെ അവർ നേരെ പോകുന്നത് സപ്താഹം കേൾക്കാനാണ്. സനകാദി മഹർഷിമാർ നൈമിശാരണ്യത്തിൽ സപ്താഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ നേരെ അവിടെ ചെന്നു അത് കേൾക്കാൻ. അപ്പോൾ പുരാണ പാരായണം ശ്രവിച്ചാൽ അവിടെ നമുക്ക് ഉണ്ടാകുന്നത് എന്താ? ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും തന്നെയാണ്. അവിടെ വൈരാഗ്യം എന്നുള്ളതിന് ശത്രുത എന്നർത്ഥമില്ല, വിരഹം, വിരക്തി എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ രാമായണത്തിൽ ആ വിരക്തി നമുക്ക് ലഭിക്കുന്നതിനാണ് യുദ്ധകാണ്ഡത്തിൽ അത് അവസാനിപ്പിച്ചത്. കാരണം യുദ്ധം കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പിന്നെ മറ്റൊന്നും പറയാനില്ല. യുദ്ധം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, പരിസമാപ്തിയായി, അതോടുകൂടി കാണ്ഡം കഴിഞ്ഞു. പക്ഷെ യുദ്ധം ഒഴിവാക്കേണ്ടതുണ്ട്. രാമായണം എന്നുള്ള ഇതിഹാസം കഴിയുന്നതും യുദ്ധം ഒഴിവാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് അതിൻ്റെ മുമ്പിൽ എന്തുണ്ടായത്? ഒരു സുന്ദരകാന്ഡമുണ്ടായത്. സുന്ദരൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഭംഗിയുള്ളവൻ എന്ന് മാത്രമല്ല, സുന്ദരൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൂതൻ എന്നാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ മുമ്പ് ഒരു ദൂതനെ പറഞ്ഞയച്ചു, എങ്ങനെയെങ്കിലും ആ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ആ ദൂതൻ ആരായിരുന്നു? രാമദൂതൻ ഹനുമാനാണ്. ആ ഹനുമാൻ ലങ്കയിൽ ചെന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രനെക്കുറിച്ചും അതേപോലെ തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പിന്നെന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കീർത്തിയെക്കുറിച്ചുമൊക്കെ രാവണന് പറഞ്ഞു കൊടുക്കുകയാണ്. രാവണൻ ചെയ്തത് തെറ്റായി എന്ന് രാവണനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. സീതയെ കൊണ്ടുവന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കാഴ്ചവെക്കണമെന്ന് ഹനുമാൻ അവിടെ ചെന്ന് പറയാണ്. പക്ഷേ രാവണൻ അതൊന്നും കേട്ടില്ല. പിന്നെയാണ് യുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ ഏത് യുദ്ധത്തിൻ്റെയും മുമ്പ് ഒരു അനുനയമുണ്ടാകും, അനുരഞ്ജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പശ്ചാത്തലം അവിടെ സൃഷ്ടിക്കും. മഹാഭാരത യുദ്ധത്തിൽ അതാ ഉണ്ടായത്. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്, അതിനു മുമ്പ് വേദവ്യാസ മഹർഷി അവിടെ നല്ല ഒരു പശ്ചാത്തലം സൃഷ്ടിച്ചു. ആ പശ്ചാത്തലമാണ് പാണ്ഡവദൂത്.
അവിടെ ദൂത് പോയത് ഹനുമാനല്ല, അവിടെ ദൂത് പോയത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. ദുര്യോധനൻ്റെ അടുത്ത് ചെന്നു, ദുര്യോധനോട് കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. പാണ്ഡവന്മാർക്ക് അവകാശപ്പെട്ട സ്വത്ത് അവർക്ക് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ രാമായണത്തിൽ രാവണൻ ഹനുമാൻ പറഞ്ഞത് കേൾക്കാത്തതുപോലെ ഭഗവാൻ പറഞ്ഞത് ദുര്യോധനൻ കേട്ടില്ല. എന്നുവെച്ചാൽ ദുര്യോധനനും രാവണനും ഏകദേശം ഒരേ സ്വഭാവക്കാരാണ്. ഒരാൾ മനുഷ്യനും ഒരാൾ രാക്ഷസനുമായി പോയി എന്ന് മാത്രം, അത്രയുള്ള വ്യത്യാസം. അപ്പോൾ ഏത് യുദ്ധം തുടങ്ങുമ്പോഴും അതിനു മുമ്പ് ഒരു ചർച്ച, പുരാണങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ചർച്ച ഉണ്ടാവും. ഈ ചർച്ച അലസിപ്പോയാൽ മാത്രമേ പിന്നീട് യുദ്ധമുണ്ടാവുകയുള്ളൂ. പക്ഷേ ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ പല യുദ്ധങ്ങളും ചർച്ച കൂടാതെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അത്ഭുതം. തനിയുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ മഹാഭാരതത്തിലായാലും രാമായണത്തിലായാലും യുദ്ധം ധാർമ്മികമായി ആനപ്പുറത്തിരിക്കുന്ന ആൾ ആനപ്പുറത്തിരിക്കുന്ന ആളോട് മാത്രമേ യുദ്ധം ചെയ്യൂ, കുതിരപ്പുറത്തിരിക്കുന്ന ആൾ കുതിരപ്പുറത്തിരിക്കുന്ന ആളോട് മാത്രമേ യുദ്ധം ചെയ്യൂ, രഥത്തിലിരിക്കുന്ന ആൾ രഥത്തിലിരിക്കുന്ന ആളോട് മാത്രമേ യുദ്ധം ചെയ്യൂ, വാളെടുത്തവൻ വാളെടുത്ത ആളോട് മാത്രമേ യുദ്ധം ചെയ്യൂ. എന്ന് വെച്ചാൽ കാലാൾ കാലാളിനോട് മാത്രമേ യുദ്ധം ചെയ്യൂ. അത് തെറ്റിക്കില്ല, തെറ്റിക്കാൻ പാടില്ല. മഹാഭാരത യുദ്ധത്തിൽ, കുരുക്ഷേത്ര യുദ്ധത്തിൽ 18 ദിവസം യുദ്ധം നീണ്ടു നിന്നു. 15 ദിവസവും ഈ ധർമ്മം നിറവേറ്റി. കുരുക്ഷേത്ര യുദ്ധത്തിൽ 15 ദിവസം, 2 ആഴ്ച ഏകദേശം ഈ ധർമ്മപാതയിലൂടെ യുദ്ധം മുന്നോട്ട് നീങ്ങി. ആനപ്പുറത്തിരിക്കുന്ന ആൾ ആനപ്പുറത്തിരിക്കുന്ന ആളോട് മാത്രം യുദ്ധം ചെയ്തു. അങ്ങനെ എല്ലാ ധാർമ്മികമായ വശങ്ങളും തെറ്റാതെ ആ യുദ്ധം മുന്നോട്ട് പോയി. പക്ഷെ 16-ാമത്തെ ദിവസം തെറ്റിച്ചു. കാരണം എന്താ? ധർമ്മ വഴിക്ക് പോയാൽ യുദ്ധം ജയിക്കില്ല എന്ന കാര്യം കൗരവർക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ അധർമ്മത്തിൻ്റെ പാതയിലൂടെ യുദ്ധം മുന്നോട്ട് നീങ്ങി. അതിൽ പാണ്ഡവന്മാർക്കും പങ്കുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അശ്വത്ഥാമാഹത, ആദ്യത്തെ അധർമ്മം അവിടെ തുടങ്ങി. അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു. ആരാശ്വത്ഥാമാവ്? ദ്രോണാചാര്യരുടെ മകനാണ് അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രോണാചാര്യർ അമ്പും വില്ലും വെച്ച് പിന്നെ യുദ്ധം ചെയ്യില്ല. മകൻ മരിച്ചാൽ പിന്നെ യുദ്ധമില്ല. പക്ഷേ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറയുമ്പോൾ അതിനൊരു ആധികാരികത വേണം. അപ്പോൾ ആധികാരികത വേണം എന്നുണ്ടെങ്കിൽ സത്യം പറയുന്ന ഒരാൾ മാത്രമേ അത് പറയാവൂ. അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ നിന്ന് മാത്രമേ അത് കേൾക്കാവൂ. അതിനു വേണ്ടിയിട്ട് പാണ്ഡവന്മാർ യുധിഷ്ഠിരനെ ശട്ടം കെട്ടി, ധർമ്മപുത്രരെ ശട്ടം കെട്ടിയിട്ട് ധർമ്മപുത്രർ അശ്വത്ഥാമാഹത എന്ന് പറഞ്ഞു. എങ്ങനെ? ഒരു കളിമണ്ണ് കൊണ്ട് ഒരു ആനയെ ഉണ്ടാക്കി. എന്നിട്ട് ആനയ്ക്ക് അശ്വത്ഥാമാവ് എന്ന് പേരിട്ടു. എന്നിട്ട് ആ ആനയെ കൊല്ലാൻ പറഞ്ഞു. എന്നുവെച്ചാൽ തച്ചുടച്ചു ആനയെ, ആ കളിമണ്ണ്. അത് തച്ചുടച്ചപ്പോൾ ധർമ്മപുത്രർ പറഞ്ഞു അശ്വത്ഥാമാഹത, അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു. ഇത് കേട്ട ഉടനെ ദ്രോണാചാര്യർ വില്ല് വെച്ചു. വില്ല് വെച്ചപ്പോഴാണ് അയ്യോ താൻ പറഞ്ഞത് അസത്യമാണ് എന്ന് ധർമ്മപുത്രർക്ക് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം തിരുത്തി. അദ്ദേഹം പറഞ്ഞു ന കവികുഞ്ചര, അത് ആനയാണ്, കുഞ്ചരനാണ് എന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞപ്പോഴേക്ക് സമയം കുറേ ലേറ്റായി. അപ്പോഴേക്ക് ദ്രോണാചാര്യർ വില്ല് വെച്ചു കഴിഞ്ഞു. അത് അധർമ്മമല്ലേ? സത്യം പറയുന്ന ഒരാളെ കൊണ്ട് അസത്യം പറയിപ്പിച്ച് ഗുരുതുല്യനായ ഒരു ബ്രാഹ്മണനെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് അധർമ്മമല്ലേ? അതാ ഞാൻ പറഞ്ഞത്. 16-ാമത്തെ ദിവസം ഇതൊക്കെ തെറ്റി. കുരുക്ഷേത്ര യുദ്ധത്തിൽ താൻ ഒരിക്കലും ആയുധമെടുക്കില്ല എന്ന് വാക്കുകൊടുത്തു. കൗരവർക്കും വാക്കുകൊടുത്തു, പാണ്ഡവർക്കും വാക്കുകൊടുത്തു ഭഗവാൻ കൃഷ്ണൻ. പക്ഷെ എന്തേ ഉണ്ടായത്? 16 ദിവസം കഴിഞ്ഞ് 17-ാമത്തെ ദിവസമായപ്പോഴേക്കും ഭീഷ്മരുടെ പരാക്രമം കണ്ട കൃഷ്ണന് ദേഷ്യം വന്ന് അദ്ദേഹം സുദർശന ചക്രം കയ്യിലെടുത്ത് രഥത്തിൽ നിന്ന് താൻ ഒരു സൂതനാണ് എന്ന കാര്യം പോലും മറന്നുകൊണ്ട് എടുത്തു ചാടി ഭീഷ്മരുടെ നേരെ. ഭീഷ്മർ പുഞ്ചിരിച്ചു. കാരണം എന്താ? ആയുധമെടുക്കില്ല എന്ന പ്രതിജ്ഞ ഭഗവാൻ തെറ്റിച്ചു. കാരണം കുരുക്ഷേത്ര യുദ്ധത്തിൽ നടന്ന 2-ാമത്തെ ചതി ഭഗവാൻ തന്നെ
അതിന് കൂട്ടുനിന്നു. എത്ര വസ്തുതകൾ അങ്ങനെയുണ്ട്. രാമായണം എടുത്തു നോക്കൂ. ആദ്യം ധർമ്മത്തിൻ്റെ വഴിക്ക് പോയ രാമായണം കുറേ കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വഴുതി മാറുന്നതായിട്ട് നമുക്ക് കാണാം. ബാലിയുടെ വാക്കുകളിലൂടെ നമുക്കത് കാണാം. ബാലി സുഗ്രീവ യുദ്ധം നടന്നു. പ്രാകൃതമായ യുദ്ധമാണ്, മറ്റുള്ള യുദ്ധത്തിൻ്റെ മാതിരിയല്ല. അത് പ്രാകൃതമായ യുദ്ധമാണ്. ഇന്ന് പറയുന്ന റെസ്ലിംഗാണ്. അത് നടന്നപ്പോൾ മരത്തിൻ്റെ പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അമ്പ് ചെയ്തു. ബാലിക്ക് കൊണ്ടപ്പോൾ ബാലി പറയുന്നൊരു വാക്കുണ്ട്, അങ്ങേക്ക് യുദ്ധം ചെയ്യാൻ വേണമെങ്കിൽ നേരെ വന്നൂടായിരുന്നില്ലേ? അതല്ലേ ആണത്തം? മറഞ്ഞു നിന്നുകൊണ്ട് എന്തിനാ എന്നെ യുദ്ധം ചെയ്തത്? അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് ബാലിയോട്, ഞാൻ നിന്നെ ജീവിപ്പിക്കാം, അമ്പ് ഞാൻ ഊരിത്തരാം, രാമബാണം നിൻ്റെ ശരീരത്തിൽ നിന്ന് ഞാൻ വലിച്ചു ഊരിയെടുക്കാൻ നിനക്ക് ജീവിതം തരാം എന്ന് പറഞ്ഞപ്പോൾ ബാലി പറയുന്നു, എനിക്കിനി അങ്ങനൊരു ജീവിതം വേണ്ട. കാരണം അമ്പ് ഊരിക്കഴിഞ്ഞാൽ അവിടെ ഒരു വടു വരും, ഒരു കല, ഒരു തഴമ്പ്. ആ മുറി ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു തഴമ്പ് വന്നു കഴിഞ്ഞാൽ ആളുകൾ എന്നോട് ചോദിക്കും, എന്താ ബാലി നിൻ്റെ ശരീരത്തിലൊരു തഴമ്പ്? അപ്പോൾ ബാലിക്ക് പറയേണ്ടി വരും, അത് ശ്രീരാമൻ്റെ അമ്പ് കൊണ്ട തഴമ്പാണ്. ആരുടെ മുമ്പിലും താൻ കീഴടങ്ങിയിട്ടില്ല, ശ്രീരാമൻ്റെ മുമ്പിൽ താൻ കീഴടങ്ങി എന്നുള്ള ഒരു ദുഷ്പേര് തനിക്ക് വരും. അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഭഗവാൻ ബാലിയോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ശരി, ഞാൻ ചെയ്തത് അധർമ്മമാണ് എന്ന് നീ വാദിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ ചെയ്തത് മുഴുവനും ധർമ്മമാണോ? സ്വന്തം അനുജനെ കിഷ്കിന്ധയിൽ നിന്നും ആട്ടിപ്പുറത്താക്കി, അത് അധർമ്മമല്ലേ? ഇനി സ്വന്തം അനുജനെ കിഷ്കിന്ധയിൽ നിന്നും ആട്ടിപ്പുറത്താക്കിയാലും അനുജൻ്റെ ഭാര്യ രുമയെ നീ പിടിച്ചു വെച്ചു. നിനക്ക് 2 ഭാര്യമാർ, ഒന്ന് താര, മറ്റൊന്ന് രുമ. ശരിയാണോ? അനുജൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയ്ക്ക് വയ്ക്കാൻ പാടുമോ? അത് നീ ചെയ്തത് ശരിയാണോ? ഇങ്ങനെ ഒരുപാട് കണക്കുകൾ ശ്രീരാമചന്ദ്രൻ അവതരിപ്പിക്കുന്നുണ്ട്, കുറേ കണക്കുകൾ. ഇതൊക്കെ കേട്ടപ്പോഴാണ് ബാലിക്ക് പിന്നെ മിണ്ടാട്ടമില്ലാതെയായത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അധർമ്മത്തെ അധർമ്മം കൊണ്ടും ധർമ്മത്തെ ധർമ്മം കൊണ്ടും പണ്ട് യുദ്ധങ്ങളിൽ, ഇതിഹാസങ്ങളിലെ യുദ്ധങ്ങളിൽ നേരിട്ടിരുന്നു. പിന്നീട് ചരിത്രത്തിലെ യുദ്ധങ്ങളിലേക്ക് ഈ യുദ്ധങ്ങൾ വഴിമാറിയപ്പോൾ ഇതിനൊന്നും ഒരു പ്രസക്തിയും ഇല്ലാതായി. ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നു ചരിത്രത്തിലെ യുദ്ധങ്ങൾ. റെഡ് ക്രോസ്, അതിൻ്റെ പതാക, വെളുത്ത പതാക, ക്രോസ് ചിഹ്നമുള്ള ഡോക്ടർമാരുടെ ചിഹ്നം കാണാം റെഡ് ക്രോസിൻ്റെ. അത് പതാക, വെളുത്ത പതാക പൊന്തിച്ചു കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റലാണ് എന്നും അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥാപനമാണ് എന്നും ശത്രുക്കൾ മനസ്സിലാക്കണം. അവിടെ ബോംബിടാൻ പാടില്ല. ഇന്ന് വെളുത്ത പതാക പൊന്തിച്ചാൽ അവിടെ ആദ്യം ബോംബിടും. ബോംബെങ്കിൽ തകർന്നു പോകുന്നത് ആശുപത്രികളിലാണ്, ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്നവരാണ്. അപ്പോൾ ഇന്ന് യുദ്ധത്തിൽ ഈ ധർമ്മമൊന്നും പാലിക്കുന്നില്ല. അധാർമികമായിട്ടുള്ള യുദ്ധമാണ് ഇന്ന് നടക്കുന്നത്. അധാർമികമായ പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് ധാർമ്മികമായ പരിവേഷങ്ങൾ ഉള്ളത് സമൂഹത്തിൽ. അപ്പോൾ ധാർമ്മികമായ ഈ പരിവേഷങ്ങൾ ഉള്ളപ്പോൾ ഏതാണ് അധർമ്മം, ഏതാണ് അനീതി എന്ന് അറിയാതെ നമ്മളെല്ലാവരും ഉദ്വേഗം കൊണ്ടു നിൽക്കുകയാണ്. എത്ര കണ്ട് ജാഗരൂകരാകണം എന്ന് പറഞ്ഞാലും നീതിയും അനീതിയും കാണാതെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന വർത്തമാനകാലത്തിൻ്റെ ഈ മുഹൂർത്തത്തിൽ നിൽക്കുമ്പോൾ അല്പമെങ്കിലും ഒരാശ്വാസം നമ്മുടെ മനസ്സിൽ, ഇതാണ് നീതി, ഇതാണ് അനീതി, ഇതാണ് ധർമ്മം, ഇതാണ് അധർമ്മം എന്ന് ബോധ്യപ്പെടുത്തുന്നത് ഈ രാമായണം എന്ന ഇതിഹാസമാണ്. സീത എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു സ്ത്രീയല്ല. ഇനി കേവലം ഒരു സ്ത്രീയാണ് എന്ന് നിങ്ങൾ കണക്കാക്കിക്കോളൂ. എന്നിരുന്നാലും ആ സ്ത്രീ അനുഭവിച്ച വേദന, ഭർത്താവിനെ എത്രമാത്രം ശുശ്രൂഷിക്കുന്നതിൽ
വ്യാപൃതയായി അവൾ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ രാമായണം ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയൊരു കുറ്റം, അല്ലെങ്കിൽ ഏറ്റവും വലിയ രാമായണത്തെക്കുറിച്ച് പലരും പറയുന്നൊരു പരാതി സീതാ പരിത്യാഗമാണ്. എന്തുകൊണ്ടത് സംഭവിച്ചു? അതും രാമനെ പോലെയുള്ള ഒരാൾ, ഉത്തമനായ ഒരാൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാലമ്പലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വസ്തുതയാണ്. കാരണം സീതാപരിത്യാഗത്തിന് രാമൻ പറയുന്ന ഒരു കാരണം അധികാരമല്ല, അധികാരത്തിന് മുമ്പിൽ എനിക്ക് ഭാര്യ എന്ന ഒരാളില്ല എന്നുള്ളത്. അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സുഖത്തിന് വേണ്ടിയിട്ട്, സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒന്നല്ല, ഒരു പ്രക്രിയയല്ല. അധികാരം എന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ സേവിക്കുന്നതിന് കിട്ടിയിട്ടുള്ള ഒരു സുവർണ അവസരമാണ്. ഒരു ഉത്തമ ഭരണാധികാരി എപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ജനങ്ങളെ സേവിക്കാൻ കിട്ടിയ ഒരു സുവർണ അവസരമാണ് അധികാരം. അങ്ങനെ ചിന്തിച്ചിരുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു. മൗര്യ സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്ത മൗര്യനൊക്കെ അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ അയോധ്യയിലെ രാജാവായിട്ടിരിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് തന്നെക്കുറിച്ചിട്ടുള്ള നിലപാടെന്താണ് എന്നത് ആരായാൻ വേണ്ടിയിട്ട് ചാരന്മാരെ പറഞ്ഞയച്ചപ്പോഴാണ് ഭഗവാന് മനസ്സിലായത് തന്നെക്കുറിച്ച് ചില മോശപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് ആളുകൾ. അത് ആ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ടാണ് ഗർഭിണിയാണെങ്കിൽ പോലും സീതാദേവിയെ പരിത്യജിക്കേണ്ടി വന്നത്. കാരണം ഗർഭിണിയാണ്, തൻ്റെ പത്നിയാണ്, കാര്യമൊക്കെ ശരി. പക്ഷെ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ ഭാര്യയല്ല, അതും ഗർഭിണിയായ ഭാര്യയല്ല. എനിക്ക് ഏറ്റവും വലുത് എൻ്റെ പ്രജകളാണ്. അപ്പോൾ ഭാര്യ, കുട്ടികൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അധികാരത്തിലിരിക്കുന്ന ഒരാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആർക്കാണ്? ജനങ്ങൾക്കാണ്. അവിടെയാണ് ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ശോഭിക്കുന്നത്. അങ്ങനെ വേണം ഭരണം എന്നുള്ളതാണ് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് രാമായണത്തെക്കുറിച്ചിട്ടുള്ള പരാതികൾ പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ളത് ഈ രാമൻ്റെ ഇതേ വാക്കുകളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നാലമ്പലവുമായിട്ട് നമുക്കിതിനെ ബന്ധപ്പെടുത്താമെന്ന് പറഞ്ഞത്. കാരണം കർക്കിടക മാസത്തിൽ നമ്മൾ നാലമ്പലത്തിലേക്ക് പോകുന്നു. പക്ഷെ നാലമ്പലം എന്ന് പറഞ്ഞാൽ നാലമ്പലത്തിലേക്കേ പോകാൻ പാടൂ. അത് നാലമ്പലം. ഇന്നിപ്പോൾ അതല്ല. നാലമ്പല യാത്രയാണെങ്കിൽ നമ്മൾ പോയി വരുന്ന സമയത്ത് 12 അമ്പലം. ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ വരുന്നത് നീലേശ്വരത്തു നിന്നാണ്, കാസർഗോഡ് അങ്ങേത്തല ബോർഡർ, നീലേശ്വരത്ത് നിന്ന് വന്നു കാടാമ്പുഴയിലെത്തി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഞങ്ങൾ നാലമ്പല യാത്രയാണ്. പക്ഷേ നാലമ്പല യാത്ര എവിടെയാണ് നാലമ്പലം? ഓരോ ജില്ലയിലും നാലമ്പലമുണ്ടല്ലോ. കാസർഗോഡ് നാലമ്പലമുണ്ട്, പാലക്കാട് നാലമ്പലമുണ്ട്, മലപ്പുറത്ത് നാലമ്പലമുണ്ട്, തൃശ്ശൂർ ജില്ലയിൽ നാലമ്പലമുണ്ട്. ഏത് നാലമ്പലത്തിലേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തൃശ്ശൂർ ജില്ലയിലെ നാലമ്പലത്തിലേക്കാണ്. പായമ്മൽ, മൂഴിക്കുളം, ഇരിഞ്ഞാലക്കുട, കൂടൽമാണിക്യം, ഇങ്ങനെ തൃപ്രയാറ്, അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ തൃപ്രയാറും ഈ പായമ്മലും മൂഴിക്കുളവും ഒക്കെ പോകണമെങ്കിൽ നിങ്ങൾ നീലേശ്വരത്ത് നിന്ന് ഇങ്ങോട്ട് വരേണ്ടതുണ്ടോ? അപ്പോൾ നിങ്ങൾ എത്ര അമ്പലത്തിലേക്ക് പോകും? ഈ കാടാമ്പുഴ ദേവി ക്ഷേത്രം അതിൽ പെടുന്നതാണോ? അല്ല. നിങ്ങൾ പോകുന്ന ഗുരുവായൂർ അതിൽ പെടുന്നതാണോ? അല്ല. തൃച്ചംബരം, തളിപ്പറമ്പ്, ഇതൊക്കെ അതിൽ പെടുന്നതാണോ? അല്ല. പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പം മൊത്തം ഞങ്ങൾ പോയ ക്ഷേത്രത്തിൻ്റെ ഒരു ലിസ്റ്റ് എടുത്താൽ അത് തൃപ്രയാറായാലും രാമപുരത്ത് അമ്പലത്തിലായാലും എവിടെയാണെങ്കിലും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാമായണത്തിൽ ശ്രദ്ധേയനാകുന്നത് അദ്ദേഹത്തിൻ്റെ പിതൃഭക്തി കൊണ്ടാണ്. കാരണം അച്ഛൻ പറയുന്ന വാക്കുകൾ അതേമാതിരി കേട്ട അച്ഛൻ്റെ പുത്രനാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. നീ രാജാവാവരുത്, നീ കാട്ടിലേക്ക് പോകണം. ഭരതൻ രാജാവായിട്ട് കൈകേയി ഭരതനെ രാജാവാക്കാമെന്ന് പറഞ്ഞുവല്ലോ.
അപ്പോൾ കാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ സമയത്ത് ഒരു മടിയും കൂടാതെ വനവാസത്തിന് ഇറങ്ങി തിരിച്ചു. 14 വർഷം, ഒന്നും രണ്ടൊന്നുമല്ല. ഈ 14 വർഷം വനവാസത്തിന് ഇറങ്ങി തിരിച്ചത് അച്ഛൻ്റെ വാക്ക് കേട്ടുകൊണ്ടാണ്. ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ഇന്ന് താൻ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട്. അമ്മയ്ക്ക് സീരിയൽ കാണണം. മകൻ്റെ കയ്യിൽ നിന്ന് റിമോട്ട് അമ്മ വാശി പിടിച്ച് വാങ്ങി. മകൻ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയാണ്, അധികം പ്രായമൊന്നുമില്ല. എന്നിട്ട് അമ്മ സീരിയൽ കണ്ടു. മകനും ദേഷ്യം വന്ന് അമ്മയുടെ തലക്കടിച്ച് അമ്മയെ കൊന്നു. അതൊരു കൊലപാതകമായിരുന്നു. തലക്കടിയേറ്റ് അമ്മ മരിച്ചു. കാരണം റിമോട്ട്, അതിൻ്റെ മുകളിലുള്ള വഴക്ക്. ഇങ്ങനെ എത്ര അച്ഛന്മാരെ മക്കൾ കൊല്ലുന്നു, എത്ര അമ്മമാരെ മക്കൾ കൊല്ലുന്നു. ഈ കൊലപാതകത്തിൽ ആരെ കൊല്ലുന്നു എന്നുള്ള എണ്ണം എടുത്ത് നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ചെയ്യും. ഇപ്പോൾ രണ്ടും സമാവും. കാരണം മക്കളെ കൊല്ലുന്ന അമ്മമാരുമുണ്ട്. എത്രയോ പേരെ കാണാം മക്കളെ കൊല്ലുന്ന അമ്മമാർ. അപ്പോൾ എന്തായാലും പറഞ്ഞുകൊണ്ട് വരുന്നത്, രാമൻ ദശരഥൻ പറഞ്ഞ കാര്യം അത് അതേമാതിരി അംഗീകരിച്ചു. അച്ഛൻ പറഞ്ഞു കാട്ടിലേക്ക് പോകാനാണ് പറഞ്ഞത്. അല്ലാതെ ഇന്നത്തെ പോലെ വിദേശത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകാനോ ഹൈദരാബാദ് പോകാനൊന്നും അല്ല. കാട്ടിലെന്താ സുഖമുള്ളത്, എന്താ ഭക്ഷണം കിട്ടുക? കാരണം മരിക്കുന്ന ഉറപ്പല്ലേ കാട്ടിലേക്ക് പോയാൽ. അതും രാജകുമാരനാണ്, എല്ലാ സുഖസൗകര്യങ്ങളോടു കൂടി വളർന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയാണ് കാട്ടിലേക്ക് പോകുന്നത്, ക്രൂര ജന്തുക്കളുള്ള കാട്ടിലേക്ക് പോകുന്നത്. ഒരു മടിയും കൂടിയില്ല, ഒരു മടിയും ഉണ്ടായില്ല എന്നാണ്, പോയി. അപ്പോൾ ആ പിതൃഭക്തി നാലമ്പലം ദർശിക്കുന്നതോടുകൂടി നമ്മുടെ മനസ്സിലും ആ പിതൃഭക്തി ഉണ്ടാവണം. അതുകൊണ്ടാണ് രാമൻ്റെ അമ്പലത്തിൽ നമ്മൾ ആദ്യം പോകുന്നത്. പോകുന്ന അമ്പലം പോയി പിന്നെ തിരിച്ചു വരുമ്പോൾ അവിടെ ആദ്യം വരണം. എന്നാൽ ഒരു പരിക്രമം പൂർത്തിയായി. അപ്പോൾ ആ പിതൃഭക്തി നമ്മുടെ മനസ്സിലുണ്ടാവണം. മാതാ പിതാ ഗുരു ദൈവം എന്നുള്ള ബോധം ഉണ്ടാവാൻ വേണ്ടി, അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാലമ്പലത്തിലേക്ക് പോകുന്നു. 1. 2, ലക്ഷ്മണൻ ആരാ? ഏറ്റവും കൂടുതൽ സഹോദര സ്നേഹം പ്രകടിപ്പിച്ച ആളാണ്. ആ സഹോദര സ്നേഹം സേവനത്തിലൂടെയാണ് ലക്ഷ്മണൻ പ്രകടിപ്പിച്ചത്. വെള്ളം വേണോ? വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. വിറക് വെട്ടിക്കൊടുത്തു. കാട്ടിൽ സീതയെ നോക്കി, ജ്യേഷ്ഠത്തിയമ്മയെ ശുശ്രൂഷിച്ചു. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു ദാസ്യ പ്രവൃത്തിയിലൂടെയാണ് ആ സഹോദരൻ ചെയ്തത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സഹോദര സ്നേഹം ഈ നാലമ്പല യാത്ര കൊണ്ട് നമുക്കുണ്ടാവണം എന്ന് വെച്ചുകൊണ്ടാണ് രണ്ടാമത് നമ്മൾ ലക്ഷ്മണൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. 3, ഭരതൻ. ഈ ഭരതനെക്കുറിച്ച് പറയുമ്പോൾ അധികാരം എനിക്ക് വേണ്ട, അധികാരത്തോടൊരു ഭക്തിയും അല്ലെങ്കിൽ അധികാരത്തോട് ഒരു താല്പര്യവും കാണിക്കാത്ത ഒരാളായിരുന്നു ഭരതൻ. മെതിയടി വെച്ചുകൊണ്ട് 14 വർഷം രാമനെ അയോധ്യ ഭരിച്ച ആളാണ്. മെതിയടി വെച്ചുകൊണ്ട് രാമനെ പ്രതീകമാക്കി അയോധ്യയിലെ കോസല രാജ്യം ഭരിച്ച ആളാണ് ഭരതൻ. അതിൽ നിന്നും നമ്മൾ എന്തു വേണം? അധികാരത്തോടുള്ള ആ ഒരു ഭ്രമം. അധികാരം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അധികാരം മാത്രമല്ല, ഒരു കുടുംബത്തിലെ ആ അധികാരം, അതിനുള്ള ഭ്രമം നമ്മൾ അരുത്. അതെങ്ങനെ നമുക്ക് നിർത്താൻ സാധിക്കും? അതുകൊണ്ടാണ് പഴയ ഒരു മുത്തശ്ശി, ഇതുണ്ടായ കാര്യമാണ്. മുത്തശ്ശി ആ വീടിൻ്റെ താക്കോൽ അങ്ങനെ അരയിൽ വെച്ച് കോന്തലയ്ക്കൽ വെച്ച് നടക്കും. കുട്ടികൾക്കോ പേരക്കുട്ടികൾക്കോ തൊടാൻ പോലും കൊടുക്കില്ല. ഇതെൻ്റെയാണ്, ആ കോന്തലയ്ക്കലാണ് താക്കോലൊക്കെ വീടിൻ്റെ, അതും വെച്ച് നടക്കും. അലമാറയിൽ ആധാരം, വീടിൻ്റെ ആധാരം പൂട്ടി അതിൻ്റെ താക്കോൽ കയ്യിലും വെച്ച് നടക്കും. കൊടുക്കില്ല, കാണാൻ പോലും കൊടുക്കില്ല. എന്താവശ്യമുണ്ട്? തന്നെ നോക്കേണ്ടവരല്ലേ ഈ കുട്ടികളും പേരക്കുട്ടികളൊക്കെ. തനിക്ക് വയ്യാതായാൽ ആരും നോക്കും? അപ്പോൾ അവരുമായിട്ടൊരു അനുരഞ്ജനത്തിലെത്തണ്ടേ, സ്നേഹത്തിലെത്തണ്ടേ? അതില്ല. ഞാനാണ് കുടുംബനാഥ, എൻ്റേതാണ് അധികാരം, ഞാനാണ് ഇവിടെ വലുത്, എൻ്റെ ശബ്ദം മാത്രമേ ഇവിടെ പൊങ്ങാൻ പാടൂ, മറ്റുള്ളവർക്ക് എൻ്റെ താഴെയാണ്. ഈ ഒരു ചിന്ത, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അധികാരത്തോടുള്ള ഒരു ഭ്രാന്ത് എന്ന് പറയുന്നത്. അതൊട്ടുമില്ലാത്ത ഒരാളായിരുന്നു ഭരതൻ. അതൊട്ടും ഇല്ലാത്ത ഒരാളായിരുന്നു ഭരതൻ.
അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഭരതക്ഷേത്രത്തിലെത്തുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇപ്പോൾ 3 4 ശത്രുഘ്നൻ, ശത്രുക്കളെ ഘനൻ ഇല്ലാതെയാക്കുന്നവൻ, അതാണ് ശത്രുഘ്നൻ. അപ്പോൾ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ശത്രു ക്ഷേത്രത്തിലേക്ക് പോകും. എന്നിട്ട് അവിടെ ഒരു ചക്രം കിട്ടും. ഈ ചക്രം കയ്യിൽ തരും. നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ പോയ സ്ഥലം, അതുകൊണ്ട് തന്നെ ഒരു ചക്രം കിട്ടും. ഈ ചക്രം മനസ്സിൽ വിചാരിച്ച് ശത്രുവിനെ മനസ്സിൽ വിചാരിക്കാൻ പറയും. ശത്രുവിനെ മനസ്സിൽ വിചാരിച്ച് ചക്രം ധ്യാനിച്ചവിടെ വയ്ക്കുക. ആ ശത്രു നശിച്ചു പോട്ടെ. ആ ശത്രുവിൻ്റെ തല പൊട്ടിത്തെറിച്ച് ശത്രു ഇല്ലാതാവും. ഇതാണോ ഉദ്ദേശിക്കുന്നത്? ശത്രു ആരാന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ ഈ ആചാര്യന്മാരൊക്കെ ഇവിടെ പറഞ്ഞ പ്രഭാഷണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. നമ്മുടെ ശത്രുക്കൾ നമ്മൾ തന്നെയാണ്. എൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ ശത്രു, വേറെ ആരുമല്ല. അത് പ്രായം ചെല്ലും തോറും എൻ്റെ ദേഹം ഞാൻ പറഞ്ഞത് കേൾക്കില്ല. അപ്പോൾ ദേഹം എൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ബാല്യത്തിൻ്റെ മാതിരിയല്ല കൗമാരത്തിൻ്റെ മാതിരിയല്ല യൗവനത്തിൻ്റെ മാതിരിയല്ല വാർദ്ധക്യത്തിലൊക്കെ എത്തുമ്പോഴേക്ക് എന്തായി? ദേഹം ഏറ്റവും വലിയ ശത്രുവാകും. കാലിൻ്റെ മുട്ട് കൊണ്ട് വളയില്ല, കൈയിൻ്റെ മുട്ട് പറഞ്ഞാൽ കേൾക്കില്ല, കണ്ണ് ശരിക്കും നോക്കിയാൽ കണ്ണ് കാണില്ല, ചെവി പിന്നെ ഒട്ടും കേൾക്കില്ല, രുചി എന്താ അറിയില്ല. എന്തേ കഴിച്ചതെന്ന് ചോദിച്ചാൽ ഹലുവയല്ലേ എന്ന് ചോദിക്കും. കടുമാങ്ങി അവൻ കഴിച്ചിട്ടുണ്ടാവുക, എന്നാലും ചോദിക്കും ഹലുവയല്ലേ എന്ന്. അപ്പോൾ ഈ ഹലുവ എന്താണ്, അതിൻ്റെ മധുരം എന്താ, കടുമാങ്ങയുടെ എരിവ് എന്താ, അതൊന്നും നാവിന് രസം മുകുളങ്ങളില്ലാതെയായി നശിച്ചു പോയി. ഇതൊക്കെ വയസ്സാകുമ്പോൾ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ശത്രു ആരാ? നമ്മുടെ ദേഹമാണ്. ആ ദേഹത്തിലും ഉള്ളിൽ വേറെ ശത്രുക്കളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം, കുരുട്ട്, കുശുമ്പ്, ഏഷണി, അസൂയ, ഇതൊക്കെ നമ്മുടെ ശത്രുക്കളാണ്. ഈ ശത്രുക്കളെ മുഴുവനും നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ നമ്മുടെ ശത്രുഘ്നൻ്റെ അമ്പലത്തിൽ പോയാൽ അതുകൊണ്ടേ കാര്യമുള്ളൂ. ക്രോധമൂലം നൃണാം സംസാരബന്ധനം എന്ന് രാമായണത്തിൽ പറയുന്നത് വളരെ ശരിയാണ്. ഈ സംസാരം ബന്ധിപ്പിക്കുന്നത് ക്രോധമാണ്, ദേഷ്യമാണ്. അതിനെ നമുക്ക് പരിശീലിപ്പിച്ച് അതിനെ നമുക്ക് മയത്തിലാക്കാൻ സാധിക്കണം. ഒരാടിനെ മെരുക്കുന്നത് പോലെ, ഒരാനയെ മെരുക്കുന്നത് പോലെ. വലിയൊരു കൊമ്പനാനയെ നമുക്ക് മെരുക്കാം എന്ന് വെച്ചാൽ ദേഷ്യത്തെ മെരുക്കാൻ എന്താ പണി? വലിയൊരു കൊമ്പനാനയെ നമ്മൾ ചെറിയൊരു മനുഷ്യൻ ഇത്ര പോകുന്നൊരു വടിയുമായിട്ട് അതിനെ എന്തൊക്കെ അങ്ങ് നടന്നു പോകും. ആ തടമ്പ് ഏറ്റുന്ന സമയത്ത് കുനിയാൻ പറഞ്ഞാൽ ആ ആന കുനിഞ്ഞു നിൽക്കും. ആ മനുഷ്യ അത്രയേ ഉള്ളൂ, മെലിഞ്ഞൊരാളാണ് അത്ര വലിയൊരു ആനയെ നിയന്ത്രിക്കുന്നത്. അതേപോലെ നമുക്ക് നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ എന്താ പണി? ഒരു പണിയില്ല. ദേഷ്യത്തെ നമുക്ക് നിയന്ത്രിക്കാം. ഇനി ദേഷ്യത്തെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ ദേഷ്യം വരുന്ന സമയത്ത് നാമം ജപിച്ചോളൂ, രാമരാമ എന്ന് ജപിച്ചോളൂ, നാരായണ എന്ന് ജപിച്ചോളൂ. അപ്പോൾ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. ഏതായാലും ഈ 4 അമ്പലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ശ്രീരാമൻ്റെ അമ്പലത്തിൽ പോകുമ്പോൾ പിതൃഭക്തി എന്താണെന്ന് നമ്മൾ പഠിക്കണം. ലക്ഷ്മണൻ്റെ അമ്പലത്തിൽ പോകുമ്പോൾ സഹോദര സ്നേഹം, സഹോദരന്മാരെ എങ്ങനെ നമ്മൾ പെരുമാറാമെന്ന് പഠിക്കണം. അല്ല സഹോദരന്മാരോട് സ്വത്തിൻ്റെ തർക്കത്തിലോ മറ്റോ നമ്മൾ കത്തിക്കുത്തും കൊലപാതകത്തിലൊന്നും പോകരുത്. അവരെ സ്നേഹിക്കണം. സ്നേഹിച്ചാൽ അവരിങ്ങോട്ടും സ്നേഹിക്കും. അപ്പോൾ സഹോദര സ്നേഹം 2. 3 ഭരതൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അധികാരത്തോടുള്ള ഭ്രാന്ത് ഒഴിവാക്കണം. 4 ശത്രുഘ്നൻ്റെ അമ്പലത്തിൽ പോകുമ്പോൾ ഈ ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമ്മൾ ആരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഇത് 4 4 യാത്ര കൊണ്ട് നേടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ 4 അമ്പലമല്ല, നിങ്ങൾ 8 അമ്പലമല്ല, നിങ്ങൾ 16 അമ്പലത്തിൽ പോയിട്ടും ഒരു കാര്യവുമില്ല. അടിവരയിട്ട് പറയാം. ഇതാണ് 4 അമ്പല യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 അൻപ് അലം എന്നാണ്. ഇത് കൂടിച്ചേർന്നാലാണ് 4 അമ്പലം. 4 അൻപ്, 4 എന്നുള്ളതൊരു സംഖ്യയാണ്. മാത്തമാറ്റിക്സിൽ ഒരു സംഖ്യ 4. അൻപ് എന്ന് പറഞ്ഞാൽ സ്നേഹം, വാത്സല്യം, ഭക്തി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നിഘണ്ടു വേണമെങ്കിൽ പോയി നോക്കിക്കോളൂ. അൻപ്. ഇപ്പോൾ 4 അൻപ്. അലം എന്ന് പറഞ്ഞാൽ മതി. ഈ 4 ഭക്തി മാത്രം മതിയെന്ന്. ഏത്? പിതൃഭക്തി, സഹോദരഭക്തി, അതേപോലെ തന്നെ അധികാരത്തോടുള്ള ഭ്രാന്തില്ലായ്മ. 4 ശത്രുക്കളെ തിരിച്ചറിയുക. ആരാണ് ശത്രു? നമുക്ക് നമ്മളെക്കുറിച്ചിട്ടുള്ള തിരിച്ചറിവുണ്ടാവുക.
ഇത്രയും 4 ഭക്തി ഉണ്ടായാൽ അലം അത് മതി, പിന്നെ അധികം വേണ്ട. അലം അലം എന്ന് പറഞ്ഞാൽ മതി മതി എന്നാണ്. ഇതാണ് 4 അൻപലം. ഈ 4 അൻപലം എന്നുള്ളത് ചുരുക്കി ചുരുക്കി പറഞ്ഞെന്തായി? 4 അമ്പലം 4 അമ്പലം 4 അമ്പലമായി. ഏതുപോലെ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്തൊരു സ്ഥലമുണ്ട്, ആ ഭാഗത്തൊരു സ്ഥലം, ആ സ്ഥലത്തിൻ്റെ പേരാണ് ശ്രീവൈകുണ്ഠം. ഒരു കാലഘട്ടത്തിലെ സ്ഥലം അറിഞ്ഞിരുന്നതൊക്കെ ശ്രീവൈകുണ്ഠം എന്ന പേരിലാണ്. പഴയ ആധാരങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ ശ്രീവൈകുണ്ഠം എന്നാണ്. ശ്രീകൃഷ്ണൻ്റെ അമ്പലമൊക്കെ ഉണ്ട് അവിടെ, ശ്രീവൈകുണ്ഠം. ഇന്നിപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേരെന്താ? ശ്രീവൈകുണ്ഠം എന്നല്ല, ഇന്നാ സ്ഥലത്തിൻ്റെ പേര് സിയാങ്കണ്ടം എന്നാണ്. സിയാങ്കണ്ടം അതാണ്. അവരുടെ പറഞ്ഞാൽ പറയാൻ വയ്യ. ശ്രീവൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ലോപിച്ച് സിയാങ്കണ്ടായി. അതേപോലെയാണ് ഈ 4 അമ്പലം 4 അൻപ് അലം എന്നുള്ളത് ചുരുക്കി പറഞ്ഞ് അതെന്തായി? 4 അമ്പലം 4 അമ്പലം 4 അമ്പലം. ഈ ക്ഷേത്രം അമ്പലമായത് അങ്ങനെയാണ്. ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് രാമായണത്തിലെ യുദ്ധം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് യുദ്ധം ഉണ്ടാകാനുള്ള കാരണം 4 അൻപ് അലം 4 അമ്പലം കൊണ്ടുള്ള ഉദ്ദേശം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് യുദ്ധകാണ്ഡത്തിൽ കുംഭകർണനെ വധിക്കുന്ന ആ ഒരു രംഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. സോദരനീവം പറഞ്ഞതു കേട്ടതിക്രോധം മുഴുത്തദശാസ്യനും ചൊല്ലിനാൻ, ജ്ഞാനോപദേശമെനിക്കു ചെയ്യുവാനല്ല, ഞാനിന്നുണർത്തി വരുത്തി യഥാസുഖം നിദ്രയെ സേവിച്ചു കൊള്ളുക. നീ എത്രയും ബുദ്ധിമാൻ എന്നതും ഇന്നറിഞ്ഞീനഹം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാം, ഇനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. രാമാദികളെ വധിച്ചു വരിക നീ. കുംഭകർണനോട് രാവണൻ പറഞ്ഞത് ആണ് ഈ വരികൾ. രാമനെ വധിച്ചു വരിക. ജ്ഞാനോപദേശം ചെയ്യാൻ ഞാൻ ആരുമല്ല, എനിക്ക് അറിവൊക്കെ ഉണ്ട്. രാവണൻ പറയും, രാവണൻ്റെ അത്ര അറിവുള്ള ഒരാൾ ലോകത്തിൽ അറിയില്ല. ഒരു ശിവസ്തോത്രമൊക്കെ രാവണൻ രചിച്ചിട്ടുണ്ട്. ശിവഭക്തനാണ് രാവണൻ, നല്ലൊരു കലാകാരനാണ് രാവണൻ, മോശക്കാരനൊന്നുമല്ല. വീണ വായിക്കുന്നതിൽ ലോകത്തിൽ ഇത്രമാത്രം പരിചയമുള്ള ഒരാൾ വേറെയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. രാവണനെ പോലെ 10 തലയുള്ള ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബുദ്ധിയുള്ള ആളാണ് രാവണൻ. 10 തല, അത്രയും ബുദ്ധിയാണ്, നല്ല ബുദ്ധിയുള്ളവനാണ് രാവണൻ. പക്ഷെ ഇവിടെ അതൊന്നും പറയാൻ വേണ്ടി വന്നതല്ല. നിന്നെ ഉണർത്താൻ ഒരു കാരണമുണ്ട്. 6 മാസം നീ കിടന്നുറങ്ങും. ഇപ്പോൾ ഉറക്കത്തിൽ നിന്നും നിന്നെ ഉണർത്തിയത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാനാണ്. ആ കാര്യം, രാമനും രാമൻ്റെ സൈന്യവും ലങ്കയിൽ എത്തിയിട്ടുണ്ട്. അവരെ നീ നിഗ്രഹിക്കണം. അതിന് നീ മാത്രമേ ഉള്ളൂ. ഇത് കുംഭകർണൻ കേട്ടു എന്നാണ്. അവിടെ നിന്ന് കുംഭകർണൻ ആ യുദ്ധക്കളത്തിൽ എത്തുന്ന ഒരു രംഗം ഇവിടെ വിവരിക്കുന്നുണ്ട്. ആ കുംഭകർണൻ്റെ രൂപം, ഒരു പർവ്വതം പോലെയുള്ള കുംഭകർണൻ്റെ രൂപം കണ്ടപ്പോൾ, കയ്യിൽ വലിയൊരു ഇരുമ്പ് ദണ്ട് കണ്ടപ്പോൾ വാനരന്മാരൊക്കെ അവിടെ നിന്ന് ഓടി ഒളിച്ചു. കുംഭകർണൻ്റെ വരവ് കണ്ടപ്പോൾ വിഭീഷണന് വളരെയധികം പരിഭ്രമമുണ്ടായി. ആ സമയത്ത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കുംഭകർണനെക്കുറിച്ച് കേട്ടിട്ടേയുള്ളൂ. പുരാവിശ്രവസപുത്രോ രാവണോ നാമരാക്ഷസ ആസേത് തസ്യാനുജൗ ചാസ്താം കുംഭകർണ വിഭീഷണൗ എന്ന് കേട്ടിട്ടുണ്ട്. വിശ്രാവസിൻ്റെ പുത്രന്മാരായിട്ട് രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ എന്നിങ്ങനെ 3 പേരുണ്ടായി. പക്ഷെ കുംഭകർണനെ ഇവിടെ ആദ്യമായിട്ടാണ് ഭഗവാൻ കാണുന്നത്. അപ്പോൾ ഭഗവാൻ ചോദിക്കുന്നുണ്ട് വിഭീഷണനോട്, ഈ ആയുധം കയ്യിലേന്തിക്കൊണ്ട് ഈ പർവ്വതം പോലെ വരുന്ന ഇയാൾ ആരാണ്?
വൻപുള്ള രാക്ഷസനേവം ഇവൻ പറക അമ്പരത്തോളം ഉയരമുണ്ടത്ഭുതം. ആകാശത്തോളം ഉയരമുണ്ട്. ഇവൻ ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് വിഭീഷണൻ കുംഭകർണനെക്കുറിച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ആദ്യമായിട്ട്. എന്താ പറയുന്നത്? ഇവൻ രാവണൻ്റെ സഹോദരനാണ്, പേര് കുംഭകർണൻ എന്നാണ്. രാവണൻ ജ്യേഷ്ഠനാണ്, കുംഭകർണൻ അനുജനാണ്. എൻ്റെ ഏട്ടനാണ് കുംഭകർണൻ. ദേവന്മാരെ നശിപ്പിക്കാൻ വ്രതമെടുത്തവനാണ് കുംഭകർണൻ. പക്ഷേ കുംഭകർണന് ഒരു മൈനസ് പോയിൻ്റ് ഉണ്ട്, ചെറിയൊരു വീക്ക് പോയിൻ്റ് ഉണ്ട്. അതെന്താ? 6 മാസം അവൻ ഉറങ്ങും. നിർദേവത്വം ചോദിച്ചത് നിദ്രേവത്വമായിട്ട് മാറി. ദേവന്മാരില്ലാത്ത അവസ്ഥയാണ് ബ്രഹ്മാവിനോട് ചോദിച്ചത്, നിർദേവത്വം. പറഞ്ഞപ്പോൾ ഒരു സ്പെല്ലിങ് തെറ്റിപ്പോയി. ഇപ്പോൾ പറയുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സ്പെല്ലിങ്ങിലൊക്കെ കാര്യമുണ്ട്. ചെറിയൊരു വാക്ക് തെറ്റിക്കഴിഞ്ഞാൽ അർത്ഥം വിപരീതമാവും. നിർദേവത്വം ചോദിച്ചിട്ട് നിദ്രേവത്വം വാങ്ങി. നിർദേവത്വവും നിദ്രേവത്വവും രണ്ടാണ്. നിദ്രേവത്വം എന്ന് പറഞ്ഞാൽ ഉറക്കം. അപ്പോൾ തഥാസ്തു എന്ന് പറഞ്ഞു ബ്രഹ്മാവ്. അങ്ങനെയാവട്ടെ എന്ന്. എങ്ങനെയാവട്ടെ? 1 കൊല്ലം 6 മാസം ഉറക്കം, 6 മാസം ഉണർന്നിരിക്കുക. കാരണം അതാണല്ലോ ആവശ്യപ്പെട്ടത്. വാക്ക് പഴച്ചുപോയി. അപ്പോൾ വാക്ക് പഴയ്ക്കാതെ സൂക്ഷിക്കണം എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു ശ്ലോകം 51 അക്ഷരാളീ കലിത തന്നുലതേ വേദമാകുന്ന ശാഖിക്കൊമ്പത്തമ്പോടുപൂക്കും കുസുമതീലേന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൊൽത്താർ ബാണഡംബ പ്രശമന സുഹൃദോപാത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തേ കുമ്പിടുന്നേൻ കടലിണ വലയാതീശ്വരീ വിശ്വനാഥേ. എനിക്ക് 51 അക്ഷരം അത് ഉറപ്പിച്ച് തരണേ എന്നാണ് പ്രാർത്ഥിക്കുക. വേറൊന്നും പ്രാർത്ഥിക്കില്ല. എനിക്ക് സ്വത്ത് വേണം, എനിക്ക് കാറ് വേണം, എനിക്ക് ബംഗ്ലാവ് വേണം, ഇതൊന്നുമല്ല പ്രാർത്ഥിക്കുന്നത്. ഈ 51 അക്ഷരങ്ങൾ തെറ്റാതെ പ്രയോഗിക്കാൻ എനിക്ക് സാധിക്കണം. ഇതാണ് വരം. നമ്മൾ ചോദിക്കേണ്ടതും ഇത് തന്നെയാണ്. ഒരാളോട് എന്തെങ്കിലും പറയുമ്പോൾ പദം മുറിച്ച് കറക്റ്റത് പറയാനുള്ളൊരു എന്തു വേണം? ഒരു ശക്തി, അറിവ് നമുക്കുണ്ടാവണം. ഞാനെപ്പോഴും പറയാറുണ്ട്, രാമായണം വായിക്കുമ്പോഴൊക്കെ പദം മുറിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ വൈദ്യശാലയിൽ പണ്ടൊരാൾ പോയി, വൈദ്യരെ എനിക്ക് ഉപ്പുമോ ലകുതി പൊലി 3 മരുന്ന് വേണം എന്ന് പറഞ്ഞതുപോലെ ആവും. വൈദ്യർ ചോദിച്ചു, എന്താ മരുന്ന്? 3 മരുന്ന് വേണം. ഒന്ന് ഉപ്പുമോ, 2ാമത്തെ മരുന്ന് ലകുതി, 3ാമത്തെ മരുന്ന് പൊലി. അപ്പോൾ വൈദ്യർ പറഞ്ഞു, എവിടെ നീ കോമട്ടത്? കോമ പഴച്ചു പോയല്ലോ. ഉപ്പ് മുളക് തിപ്പൊലി. ഇതാണ് ഇവൻ. ഉപ്പ് 3 കഴിഞ്ഞിട്ട് കോമട്ടു, ലകുതി കഴിഞ്ഞിട്ടൊരു കോമ. ഇതാണ് പറയണത്. പദം മുറിക്കുമ്പോഴൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. വാക്കുകൾ പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് പറയണം. അതുകൊണ്ടാണ് വാത്മീകി രാമായണത്തിൽ ഹനുമാനെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞത് അസന്നിഗ്ധം അവിളംബിതം അദ്രുതം. ഹനുമാൻ അതാണ്, വാക്കുകൾ പഴക്കില്ല. വാക്കുകൾ പഴക്കാതിരിക്കണമെങ്കിൽ എന്തു വേണം? തിരമാലകളെന്ന പോലെ അല്ലേ എൻ്റെ നാവിന്മേൽ വന്ന് കുടികൊള്ളണം എന്ന് സരസ്വതിയോട് എഴുത്തച്ഛൻ തന്നെ പറയുന്നുണ്ട്. വാണിയിടുക അനാരദമെന്നാവിന്മേൽ ഏണാങ്കാനനെ യഥാ കാനനെ ദിഗംബരൻ. ഇതാണ് പ്രാർത്ഥന. ഇവിടെയും അതാണ് ഉണ്ടായത്. നിർദേവത്വം ചോദിച്ചപ്പോൾ നിദ്രേവത്വമാണ് കുംഭകർണന് കിട്ടിയത്. പിന്നെ പറയുന്നു, ഇവിടെ കുംഭകർണനെ ജയിക്കുവാൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞ് വിഭീഷണൻ അവിടെ നിന്ന് അങ്ങോട്ട് ഓടിച്ചെന്നു. എവിടേക്കാണ് ഓടിച്ചെന്നത്? നേരെ തൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക്.
എന്നിട്ട് കുംഭകർണൻ്റെ കാൽക്കൽ അങ്ങോട്ട് വീണു വിഭീഷണൻ. കുംഭകർണൻ വിഭീഷണനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വിഭീഷണ, എന്താ ഇത്? എത്ര കാലമായി ഞാൻ നിന്നെ കണ്ടിട്ട്. 6 മാസം മുമ്പ് ഉറങ്ങാൻ കിടക്കുന്നൊരു 6 മാസം ആയിട്ടില്ല, 3-4 മാസം ആയിട്ടുള്ളൂ. അത്രയും കാലം ഞാൻ നിന്നെ കണ്ടില്ല, എപ്പോഴാണ് കണ്ണ് തുറക്കുന്നത്? നിനക്ക് എന്ത് പറ്റി? നീ എന്താ വീണ് കിടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ വിഭീഷണൻ അവിടെ നിന്ന് അങ്ങോട്ട് എണീച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങക്ക് ചിലപ്പോൾ എന്നെ അറിയുണ്ടാവില്ല, എന്നാലും ഞാൻ അങ്ങക്ക് എന്നെ പരിചയപ്പെടുത്തി തരാം. ഞാൻ ആരാണെന്നും ചിലപ്പോൾ അങ്ങക്ക് അറിയില്ല. അത് അറിയില്ല എന്ന് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. കാരണം കുംഭകർണൻ 6 മാസം ഉറക്കമാണല്ലോ. ഉറക്കം ഉണർന്ന് കഴിഞ്ഞപ്പോൾ ഉണർത്തിയതിനെ ചെവിയിൽ കുന്തം കയറ്റിയിട്ടും വായയിൽ തുമ്പിക്കൈ കൊണ്ട് ആനയെ കൊണ്ടുവന്ന് അടിച്ചിട്ടും ഒക്കെയാണ് കുംഭകർണനെ എണീപ്പിച്ചത്. കാരണം ഉറക്കത്തിന് ഉണരണ്ടേ. ഇതേപോലെ കുംഭകർണന്മാരും നമുക്കും കാണാം. ഈ സപ്താഹം നവാഹം ഒക്കെ ഉണ്ടാവുമ്പോൾ അവിടെ വേദിയുടെ മുന്നിൽ ശ്രോതാക്കളുടെ ഇടയിലൊക്കെ ചില കുംഭകർണന്മാരിയ്ക്കുന്നുണ്ടാവും. പക്ഷേ ഈ രാമായണത്തിലെ കുംഭകർണൻ ശൂലം കുത്തിയാലും അല്ലെങ്കിൽ ആന കൊണ്ട് തുമ്പിക്കൈ അടിച്ചാലും ഉണർന്നു. പക്ഷേ ഈ കുംഭകർണന്മാർ ആനയുടെ തുമ്പിക്കൈ അടിച്ചാലും ഉണരില്ല, ഭൂമി കുലുക്കുണ്ടെങ്കിലും ഉണരില്ല. കാരണം സുഖമായിട്ടുള്ള നിദ്രാദേവി അത്ര കണ്ട് അനുഗ്രഹിച്ച കുംഭകർണന്മാരാണ്. ഇവിടെ പറയാ 6 മാസം കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്ക് ഉണർന്ന കുംഭകർണൻ വന്നപ്പോൾ, ഉണർന്നു കഴിഞ്ഞപ്പോൾ കുംഭകർണൻ നല്ല വണ്ണം വിശക്കുന്നുണ്ട്. അപ്പോൾ വിശക്കുന്ന സമയത്ത് കുംഭകർണന് കഴിക്കാൻ നല്ല മദ്യം കൊടുത്തു, മാംസം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. കാരണം കുടക്കണക്കിന മദ്യം, ഒന്നൊന്നുമല്ല. ഇന്നത്തെ ഏറ്റവും വലിയ മദ്യാസക്തിയുള്ള ഒരാൾ കഴിക്കുന്ന അതിനെക്കാട്ടിലും കൂടുതൽ കുംഭകർണൻ കുടത്തിലൊക്കെയാണ് കഴിക്കുക. ഇതൊക്കെ കണ്ട് കഴിച്ചു എന്ന്. അപ്പോഴാണ് കുംഭകർണൻ അതൊക്കെ കഴിച്ചിട്ടാണ് വരവാ യുദ്ധക്കളത്തിൽ. അപ്പോൾ പിന്നെ ആളെ സ്വന്തം അനിയനെ കണ്ടാൽ മനസ്സിലാവും. ഇതൊക്കെ കഴിച്ച് നല്ല ഫിറ്റായിട്ടാണ് ആര് വരുന്നത്? യുദ്ധക്കളത്തിലേക്ക് കുംഭകർണൻ വരുന്നത്. അപ്പോഴാണ് വിഭീഷണനെ കാണുന്നത്. വിഭീഷണ കാര്യം മനസ്സിലായി. കുംഭകർണൻ്റെ ചുവന്ന കണ്ണും ആ കാലിന് അർത്ഥം ശരിക്കും ഉറയ്ക്കുന്നില്ല. ഇതൊക്കെ കണ്ടപ്പോൾ വിഭീഷണന് കാര്യം മനസ്സിലായി, ഏട്ടൻ നല്ല അവസ്ഥയിലാണ് വരുന്നത്. അതുകൊണ്ട് വിഭീഷണൻ പറഞ്ഞു, എന്ത്? ഞാൻ ആരാന്നറിയോ ഏട്ടാ? ഭ്രാത വിഭീഷണൻ ഞാൻ, ഭവൽ ഭക്തിമാൻ. ഞാൻ അങ്ങയുടെ അനുജനാണേ, എൻ്റെ പേര് വിഭീഷണൻ എന്നാണ്. അപ്പോൾ ഒന്നുകൂടി കണ്ണൊക്കെ ചുരുട്ടിങ്ങ് നോക്കി കുംഭകർണൻ വിഭീഷണൻ. അപ്പോൾ വിഭീഷണൻ അല്പം ഒരു പേടിയായി. എന്നിട്ടും അപ്പം പറഞ്ഞു, പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ, അങ്ങ് എന്നെ അനുഗ്രഹിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങയെ നമസ്കരിച്ചത് എന്ന് ആദ്യം പറഞ്ഞു. ഇതൊരു മുൻകൂർ ജാമ്യം എടുത്തതാ വിഭീഷണൻ. ആദ്യം ഇങ്ങനെ പറഞ്ഞു, പ്രീതി കൊണ്ട് എന്നെ അനുഗ്രഹിക്കണം. രണ്ടാമത് പറയാൻ പോണത് എന്താ? സീതയെ നൽകുക രാഘവനെന്നു ഞാൻ ആദരപൂർവം ആവോളം അപേക്ഷിച്ചേൻ. രാവണനോട് ഞാൻ കുറേ പറഞ്ഞു, ഏട്ടനോട് സീതയെ നൽകണം, രാമന് നൽകണം സീതയെ എന്ന് ഞാൻ ആവോളം പറഞ്ഞു. പക്ഷേ ഏട്ടൻ കേട്ടില്ല. അവസാനം ഏട്ടൻ എന്ത് ചെയ്തു? ഖഡ്ഗം വാളും കൊണ്ട് എൻ്റെ നേരെ ഇങ്ങോട്ട് വന്നു എന്നെ കൊല്ലാൻ വാളും എടുത്തങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. 4 മന്ത്രിമാരുമായിട്ട് അവിടെ നിന്ന് ആരെ കാണാൻ ചെന്നു? ശ്രീരാമനെ കാണാൻ ചെന്നു. അവിടെയും നാലമ്പലം എന്ന് പറഞ്ഞതുപോലെ 4 മന്ത്രിമാരെ കൊണ്ടിട്ടാണ് പോയത്. ഇപ്പോഴും നമ്മൾ കൂട്ടുകാരായിട്ട് 4 പേരെ കൊണ്ടുപോകണം എന്നാണ്, 3 ആൾക്കാരായിട്ട് പോകാൻ പാടില്ല എന്നാണ്. അതിൻ്റെ ശേഷമാണ് ആ ഒരു ശൈലി വന്നത്. എവിടേക്ക് പോകുമ്പോഴും 3 ആൾ പോകാൻ പാടില്ല. അത് വിഭീഷണനറിയാം. അതുകൊണ്ട് ആ ലങ്കയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ എത്ര പേരെ കൊണ്ടുവന്നു? 4 പേരെ. 3 പേരിലായി, ഒരാൾ കൂടി വേണമല്ലോ. 3 പേര് അശകുന, ഒരാളും കൂടി. ഇപ്പോൾ 4 ആയി. അപ്പോൾ ശകുനം പൂർത്തിയായി, നല്ല ശകുനം. 4 മന്ത്രിമാരെയും കൂട്ടി ഇങ്ങോട്ട് പോന്നു. ആരുടെ അടുത്തേക്ക്? ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക്. ഇതൊക്കെ വിഭീഷണൻ കുംഭകർണന് പറഞ്ഞു കൊടുത്തു. കരുതുന്ന കുംഭകർണന് അറിയില്ല, കാരണം അദ്ദേഹം നല്ല ഉറക്കത്തിലായിരുന്നല്ലോ, ഇതൊന്നും അറിയില്ല. അപ്പം ഇതൊക്കെ ഇങ്ങോട്ട് കേട്ടു. ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാൻ
അനുജനേ. രാവണനോട് സീതയെ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കാഴ്ചവെക്കണമെന്ന് പറഞ്ഞപ്പോൾ രാവണൻ വാളുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. കുംഭകർണനോട് ഈ വിവരം പറഞ്ഞപ്പോൾ കുംഭകർണൻ അനുജനായ വിഭീഷണനെ ആലിംഗനം ചെയ്യുകയാണ് ചെയ്തത്, കെട്ടിപ്പിടിച്ചു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കുംഭകർണനും രാവണനും തമ്മിലുള്ള വ്യത്യാസം, രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരാളോടത് പറഞ്ഞപ്പോൾ വാളെടുത്ത് വെട്ടഞ്ഞു, മറ്റൊരാൾ ആലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ധന്യനല്ലോ ഭവാൻ, ഇല്ല കില്ലേതുമേ ജീവിച്ചിരിക്ക പല കാലമൊഴിയിൽ. കില്ല എന്നൊരു വാക്ക് കാണാം അവിടെ രാമായണത്തിൽ. കില്ല് എന്ന് പറഞ്ഞ സംശയം, കില്ല് ഇല്ല എന്നാണ് പണ്ട് പറയുക. കില്ല് എന്ന് പറഞ്ഞ സംശയം ഇല്ല. പല ആൾക്കാർക്ക് അതറിയില്ല. ഒരാചാര്യനോട് ചോദിച്ചതാണ്. ആചാര്യൻ പ്രഭാഷണമൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്ത് രാമായണത്തിൽ നിന്ന് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഭക്ത, ഒരമ്മയാണ്, അവിടെ നിന്ന് എഴുന്നേറ്റ് ചോദിച്ചു, അല്ല ധന്യനല്ലോ ഭവാനില്ല കില്ലേതുമേ. കില്ല എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം ആചാര്യൻ പറഞ്ഞു, കില്ല എന്ന് പറഞ്ഞാൽ അതങ്ങനൊരു കില്ല്, അല്ലാതെ ഇപ്പം എന്താ പറയുക? ധന്യനല്ലോ, ചില്ല് എന്നൊക്കെ കേട്ടില്ലേ, കല്ല് ചില്ല് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനൊരു സാധനം. ശരിക്കും അതൊന്നുമല്ല. കില്ല് എന്ന് പറഞ്ഞാൽ സംശയം. ധന്യനല്ലോ ഭവാനില്ല, അങ്ങ് ധന്യനാണ് എന്ന കാര്യത്തിൽ കില്ല് ഇല്ല, സംശയം ഇല്ല. ജീവിച്ചിരിക്ക പല കാലമൂഴിയിൽ, ഭൂമിയിൽ ഒരുപാട് കാലം ജീവിച്ചിരിക്കണം, ദീർഘായുസ്സുണ്ടാവട്ടെ എന്ന് വിഭീഷണനോട് പറഞ്ഞു. അത് പറയാൻ കാരണം എന്താ? തൻ്റെ ആയുസ് ഇവിടെ കഴിയാറായി. ആരുടെ? കുംഭകർണൻ്റെ. കാരണം യുദ്ധരംഗത്താണ്, യുദ്ധം ചെയ്യാൻ പോവുക. ആരോട്? ശ്രീരാമനോട്. അപ്പോൾ തനിക്ക് എന്തായാലും ആയുസ്സില്ല, അല്പായുസ്സാണ്. നീയെങ്കിലും ദീർഘായുസ്സായിട്ട് ഇരിക്കട്ടെ എന്നാണ് അതിൻ്റെ ആശയം. എന്നിട്ട് പറഞ്ഞു, സേവിച്ചുകൊള്ളുക രാമപാദാംബുജം, നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമൻ, എത്രയും നാരായണപ്രിയൻ, എത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം. മായാമയം ഇപ്രപഞ്ചമെല്ലാം ഇനിപ്പോയാലുമെങ്കിൽ നീ രാമപാദാന്തികേ. ഭഗവാൻ ശ്രീരാമചന്ദ്രനെ അഭയം പ്രാപിച്ചത് വളരെ നല്ലതായി. ആരാ പറഞ്ഞത് നിനക്ക് ബുദ്ധിയില്ല? ബുദ്ധിയില്ല, നിനക്കാണ് ഏറ്റവും നല്ല ബുദ്ധിയുള്ളത്. നീ തിരഞ്ഞെടുത്ത മാർഗം ഏറ്റവും നല്ലതാണ്. കാരണം നാരദ മഹർഷി പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഞാൻ. മഹാവിഷ്ണു ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനായിട്ട്, ദശരഥപുത്രനായിട്ട് അയോധ്യയിൽ അവതരിക്കും, ലോകകണ്ടകനായ രാവണനെ നിഗ്രഹിക്കും, സീതാദേവിയെ വീണ്ടെടുക്കും, അങ്ങനെ ലോകത്തിൽ ധർമ്മം സ്ഥാപിക്കും. ഇതൊക്കെ ഞാൻ നാരദ മഹർഷി പണ്ട് പറഞ്ഞു കേട്ടതായിട്ട് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ കേവലം ഒരു രാമനല്ല, അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് വീണ്ടും ആ കുംഭകർണൻ യുദ്ധത്തിനങ്ങോട്ട് തയ്യാറായി എന്നാണ്. ആ സമയത്ത് വാനരന്മാരൊക്കെ ഭയന്ന് അവിടെ നിന്ന് ഓടി. 100,000 ആളുകളെ, വാനരന്മാരെ അവിടെ ആ കുംഭകർണൻ കൊന്നു എന്നാണ്. ആ സമയത്ത് ഹനുമാൻ അത് കണ്ടു, അവിടേക്ക് ഓടി വന്നു. ഹനുമാനും കുംഭകർണനും തമ്മിൽ ഏറ്റുമുട്ടി. ഏതായാലും അപ്പോഴേക്കും അവിടെ സുഗ്രീവൻ വന്നു. സുഗ്രീവനും കുംഭകർണനും തമ്മിൽ ഏറ്റുമുട്ടി തുടങ്ങി. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം മർക്കടന്മാരും അതുപോലെ തന്നെ കുംഭകർണനും തമ്മിൽ നടക്കുകയാണ്. ആ യുദ്ധത്തിൽ വാനരന്മാരെ മുഴുവനും കൂടെ പിന്നിലാക്കിക്കൊണ്ട് അവിടേക്ക് വരുന്ന ഒരാൾ പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായി അടുത്തു സുമിത്രാത്മജൻ, പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര ബാണഗണം പൊഴിച്ചിടിനാൻ. 100,000
വാനരന്മാരെയും ഭക്തത്തിലാക്കി അടയ്ക്കും അവനുടൻ കർണനാസാബിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെയും അപേക്ഷിച്ചു ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്താൻ അതു കണ്ടു വേഗേന ബാണം പൊഴിച്ചൊരു കൂത്തമൻ. എങ്ങനെ കുംഭകർണൻ്റെ യുദ്ധം? വാനരന്മാരെ മുഴുവനും അങ്ങോട്ട് എടുത്ത് വാരി വായിലാക്കും, അത് വിഴുങ്ങും. അങ്ങോട്ട് വിഴുങ്ങുമ്പോൾ ഈ വാനരന്മാരൊക്കെ പാടെ കൂടി ചെവിയിലൂടെ പുറത്തേക്ക് അങ്ങോട്ട് വരും. കാരണം വിഴുങ്ങിക്കഴിഞ്ഞാൽ ഈ വായു പുറത്തേക്ക് വിടണ്ടേ. അപ്പോൾ വായ പൊളിച്ച് വായു വിടുമ്പോൾ വീണ്ടും വായയിൽ നിന്ന് പുറത്തേക്ക് ചാടും. അപ്പോൾ വാനരന്മാർ പുറത്തേക്ക് ചാടാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്തു? ശ്വാസം അടക്കി പിടിച്ച് നിന്നു. കുംഭകം എന്ന് പറയും. കുംഭകർണ അതറിയാം. കുംഭകം, പൂരകം, രേചകം എന്നൊക്കെ പറയും. യോഗാഭ്യാസത്തിലുള്ളതാണ്. ഈ വാനരന്മാരെ ഉള്ളിക്കാക്കിയിട്ട് കുംഭകം എന്നുള്ള യോഗം അതങ്ങോട്ട് ആക്കിയിട്ട് ശ്വാസം പിടിച്ചങ്ങോട്ട് നിന്നു. പിടിച്ചു നിന്നപ്പോൾ ഈ ശ്വാസം ഗ്യാസ് രൂപത്തിൽ ചെവിയിലൂടെയൊക്കെ പോവും. നമ്മൾ അരിഷ്ടൊക്കെ കുടിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഗ്യാസ് ചെവി കൂടിയും കണ്ണുകൂടെയൊക്കെ കണ്ടു വരും. കണ്ണുകൂടെയൊക്കെ കണ്ണുനീരായിട്ടുണ്ട് വരും. ഈ വാനരന്മാരൊക്കെ ഗ്യാസ് കൂടെ അങ്ങോട്ട് വന്നു, ചെവി കൂടെയൊക്കെ പുറത്തേക്ക് ചാടി. രക്ഷപ്പെട്ടു. എന്താണ് അവിടെ കണ്ട കാഴ്ചകൾ അല്ലേ? അലങ്കരിച്ചൊരു മണിമണ്ഡപം, അവിടെ ഇങ്ങനെ തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്, കുരുത്തോലൊക്കെ തൂക്കിയിട്ടുണ്ട്. അവിടെയല്ലേ നമ്മൾ ചെന്ന് പെട്ടത്. ഇപ്പം പുറത്തേക്ക് വന്നു. അത് ഏതോ സ്ഥലം? കുംഭകർണൻ്റെ വയറാണ്. ചെറുകുടലും വൻകുടലും ഇതൊക്കെയാണ് തോരണങ്ങളൊക്കെ ആയിട്ട് അവർക്ക് തോന്നിയത്. ചെവിയിലൂടെ പുറത്തേക്കാണ് വന്നപ്പോൾ ശ്വാസം രക്ഷപ്പെട്ടു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കുംഭകർണൻ വീണ്ടും അവരുടെ നേരെ വാരി വിടുങ്ങാൻ വേണ്ടി വരികയാണ്. അപ്പോൾ കുംഭകർണന് തോന്നി ഈ ഉച്ഛിഷ്ടം കഴിക്കണത് മോശമാണ്. അത് നമ്മളായാലും ശരി, വിഴുങ്ങി പുറത്തേക്ക് ഛർദ്ദിച്ചത് വീണ്ടും കഴിക്കില്ല ആരും. അത് കുറച്ചൊരു അബദ്ധമാണ്. അപ്പോൾ ഈ വാനരന്മാരെ ഇവിടെ ഛർദ്ദിച്ചതാണ്, പക്ഷെ ചെവിയിലൂടെ ഛർദ്ദിച്ചത്. വീണ്ടും വിഴുങ്ങി കഴിക്കാതെ പറഞ്ഞാൽ അത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ടിട്ട് വീശി കുംഭകർണൻ വാനരന്മാരെ. നമ്മൾ ചണ്ടിയില്ലേ അമ്പലക്കുളത്തിൽ, ഈ ചണ്ടി ഇങ്ങോട്ട് വന്ന് മൂടി അതങ്ങോട്ട് നീക്കിയിട്ട് മുങ്ങി കുളിക്കും. ശീലമുള്ള ആളുകളോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. എന്തായാലും ശരി, ഇവിടെ ഇങ്ങനെ ഈ വാനരന്മാരെ രണ്ട് കൈ കൊണ്ടും ഇങ്ങോട്ട് നീക്കി. അപ്പോൾ ഒരാളെ എൻ്റെ ആയിട്ട് നടുവിൽ നിൽക്കുന്നുണ്ട്. അതാരാ? ലക്ഷ്മണൻ. അപ്പോൾ ലക്ഷ്മണനുമായിട്ട് ഏറ്റുമുട്ടിയെന്ന് മാത്രമല്ല, ലക്ഷ്മണൻ തനിക്കൊരു ഇരയല്ല എന്ന് കുംഭകർണന് മനസ്സിലായി. അവസാനം ലക്ഷ്മണനെയും പിന്നിലാക്കി. കൈ കൊണ്ട് ലക്ഷ്മണനെയും കൊടുത്തൊരു തട്ട്. ലക്ഷ്മണനും പിന്നിലേക്ക് അങ്ങോട്ട് പോയി. പിന്നെ ആരാ? സാക്ഷാൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനാണ്. നീലാംബുജശ്യാമള കോമളാംഗം സീതാ സമാരോപിതവാമഭാഗം പാണോ മഹാസായക ചാരുചാപം നമാമി രാമം രഘുവംശനാഥം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ധർമ്മം നശിച്ച് അധർമ്മം തലപൊന്തിക്കുമ്പോൾ അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി പരിത്രാണായ സാധൂന വിനാശായ ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ അവതരിച്ച ഭഗവാൻ ശ്രീരാമചന്ദ്രനെ തൻ്റെ മുമ്പിൽ ഇങ്ങനെ കണ്ടു കുംഭകർണൻ. ആ സമയത്ത് ആദ്യമായിട്ട് ബാണം പൊഴിച്ചത് രഘുത്തമനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമികളാണ്. ഭഗവാന്റെ കയ്യിൽ നിന്നും ഒരസ്ത്രം ശരീരത്തിലൊന്ന് തറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം പുണ്യം വേറെ എന്താണ് ഉള്ളത്? ഭഗവാന്റെ ഒരു നോട്ടം നമ്മുടെ ശരീരത്തിൽ പതിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം പുണ്യം എന്താണ് ഉള്ളത്? അത് ദേഷ്യപ്പെട്ടുകൊണ്ടായാലും ശരി, പുഞ്ചിരിച്ചു കൊണ്ടായാലും ശരി, അല്ലേ, സ്നേഹപൂർവമായാലും ശരി, ആ ഭഗവാന്റെ കാരുണ്യം നമ്മുടെ ആ ശരീരത്തിലൊന്ന് കൊള്ളുക, ആ മുഖത്തിലൊന്ന് കൊള്ളുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം. നാരായണീയത്തിൽ പറയുന്നുണ്ട്. ഭഗവാന്റെ ആ പുഞ്ചിരി ഉണ്ടല്ലോ, ആ പുഞ്ചിരി ഒന്ന് കണ്ടാൽ മതി എന്നാണ്.
ഭഗവാന്റെ ആ പീലിയുടെ ആ സ്പർശം അതൊന്ന് ഏറ്റാൽ മതി എന്നാണ്. ഭഗവാന്റെ കയ്യിലുള്ള ആ സുദർശന ചക്രം ഒന്ന് സ്പർശിച്ചാൽ മതി എന്നാണ്. ഭഗവാന്റെ കയ്യിലുള്ള ആ പാഞ്ചജന്യത്തിൻ്റെ ആ ശബ്ദമാധുര്യം ഒന്ന് കേട്ടാൽ മതി എന്നാണ്. അതിൽ പരം പുണ്യം എന്താണുള്ളത്? ആ പാണ്ഡവദൂത് വർണ്ണിക്കുന്ന സമയത്തില്ലേ, അവിടേക്ക് ഭഗവാൻ വരുന്നുണ്ട്. കൃഷ്ണൻ വരുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത്? ദൂരത്തു നിന്നെഴുന്നള്ളുമപ്പോൾ ആ രാജവംശം കുലുങ്ങിത്തുടങ്ങി, ഭീരുക്കളെല്ലാം നടുങ്ങിത്തുടങ്ങി, ഭാവം പകർന്നു മഹാദേവശംഭോ. പീതാംബരം കെട്ടി വാലിട്ടുടുത്തും ചേതോഭിരാമം കിരീടം ധരിച്ചും ആതാമ്ര ഹേമാംഗദശ്രീയണിഞ്ഞും കാണായി രൂപം മഹാദേവശംഭോ. ആ പീതാംബരം ധരിച്ച ആ ഭഗവാന്റെ ആ രൂപം ഒന്ന് കാണാ എന്ന് പറഞ്ഞാൽ തന്നെ എന്തൊരു ഭക്തിയാണ്, എന്തൊരു പുണ്യമാണ്. ആ ഭീഷ്മര് ആ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ അർജുനൻ്റെ ശരമേറ്റ് വീണപ്പോൾ ഉത്തരായന കാലം കാത്ത് കിടന്നു. ദക്ഷിണായന കാലത്താണ് വീണത്. ഉത്തരായന കാലം കാത്ത് കിടന്നപ്പോൾ ശരശയ്യയിൽ കിടന്ന് ആ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഇടതുവശത്തും വലതുവശത്തും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഭഗവാൻ അവിടേക്ക് വരുന്നത്, ചക്രവും കയ്യിൽ പിടിച്ചുകൊണ്ട്. ഭഗവാനെ കണ്ടപ്പോൾ ശരശയ്യയിൽ കിടന്ന ഭീഷ്മര് ചിരിച്ചു പറഞ്ഞു, വേഗം എന്നെ ഒന്ന് നിഗ്രഹിക്കൂ, ആ ചക്രം എൻ്റെ മേലിലേക്ക് പറഞ്ഞയക്കൂ, ഞാൻ അങ്ങയിൽ ചെന്ന് ചേരട്ടെ. അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം, നമ്മളൊക്കെ അതാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ ഇതാ ആ ഭഗവാൻ തൻ്റെ കയ്യിലുള്ള ആ ശരമെടുത്തു, ത്രയംബകം എന്നുള്ള വില്ലെടുത്തു, കോദണ്ഡം എന്ന വില്ലെടുത്തു. കോദണ്ഡപാണിയായി ഭഗവാൻ അവിടെ ആ യുദ്ധക്കളത്തിൽ കുംഭകർണൻ്റെ നേരെ വന്നു നിന്നു. ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമെയ്താശു ഖണ്ഡിക്കയാൽ യുദ്ധാംഗണേ വീണു. വലത്തെ കയ്യിലുള്ള ശൂലം ഇതൊക്കെ അവൻ്റെ കയ്യിൽ നിന്നും താഴേക്ക് അങ്ങോട്ട് വീണു, രാമബാണം ഏറ്റപ്പോൾ. കാരണം രാമൻ്റെ ബാണം അവൻ്റെ ശൂലം ഖണ്ഡിച്ചു മുറിച്ചു. ആ സമയത്ത് അനവധി രാക്ഷസന്മാരും കൂട്ടത്തിൽ മരിച്ചു വീണു. ആ സമയത്ത് അവൻ എന്ത് ചെയ്തു? ഇടത്തെ കൈ അവന് സ്വതന്ത്രമാണ്, ആ കയ്യിലൊന്നുമില്ല. അപ്പം ഇടത്തെ കയ്യിൽ അവൻ വലിയൊരു പർവ്വതം പുഴക്കിക്കൊണ്ട് അവിടേക്ക് വന്നു. ഒരു വലിയൊരു മരം പുഴക്കിക്കൊണ്ട് അവിടേക്ക് വന്നു എന്നാണ്. ഭഗവാൻ ഇന്ദ്രാസ്ത്രം ഏത് ആ മരം ഖണ്ഡിച്ചു. അനവധി രാക്ഷസന്മാർ ആ മരം യുദ്ധക്കളത്തിൽ വീണപ്പോൾ അതിൻ്റെ അടിയിൽപ്പെട്ട് മരിച്ചു. അവസാനം അർദ്ധചന്ദ്രാകാരമായ 2 അമ്പ് കൊണ്ട് കുംഭകർണൻ്റെ 2 കാലുകളും മുറിച്ചു. വക്ത്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചെടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചു. രഘൂത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിനോ ഒരസ്ത്രം എയ്തു ഉത്തമാംഗത്തെയും ഖണ്ഡിച്ചു. അവസാനം ഇടത്തെ കൈയും പോയി വലത്തെ കൈയും പോയി, 2 കൈകളും പോയി. തൻ്റെ കയ്യിൽ ഓങ്ങിക്കൊണ്ട് നിന്ന മരം കഷ്ണങ്ങളായി. തൻ്റെ കൂടെ നിന്ന രാക്ഷസന്മാർ മുഴുവനും കൊല്ലപ്പെട്ടു. അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കുംഭകർണൻ മനസ്സിൽ വിചാരിച്ചു, ഇനി രാമനെ പിടിക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതെന്താ വഴി? വായ, വേറൊന്നുമല്ല. കൈകൾ നഷ്ടപ്പെട്ടു, ഒക്കെ നഷ്ടപ്പെട്ടാൽ അവസാനം പാദങ്ങളും മുറിഞ്ഞു വീണു. പാദങ്ങളുമില്ലാതെയായി, കാലുമില്ല, കയ്യുമില്ല. പിന്നെ ഉള്ളത് എന്താ? ഒരു കബന്ധം പോലെ വായ മാത്രം, ഭീമാകാരമായ വായ മാത്രമേ ഉള്ളൂ. ആ വായയും പൊളിച്ചുകൊണ്ട് ഭഗവാനെ വിഴുങ്ങാൻ അങ്ങോട്ട് വന്നു.
ഭഗവാനല്ലേ, ഭഗവാനെക്കുറിച്ച് കുംഭകർണൻ ഇവിടെ ചിലപ്പോൾ ഒന്നും അറിയില്ല, ഒന്നുകിൽ അല്ലെങ്കിൽ അറിയില്ല എന്ന് കുംഭകർണൻ നടിക്കുകയാണ്. അതാണ് വാസ്തവം. ഭഗവാനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല കേട്ടോ, ഞാൻ വെറുതെ ഒരു അഭിനയം കാഴ്ചവെക്കുകയാണ് എന്ന് അർത്ഥമാക്കിയാൽ മതി. അല്ലെങ്കിൽ ഭഗവാനൊക്കെ വിഴുങ്ങാൻ കുംഭകർണനുണ്ടോ? സാധിക്കുന്നു. ഭാഗവതത്തിൽ വൃന്ദാവന ലീല, ദശമസ്കന്ധത്തിൽ വൃന്ദാവന ലീല പറയുമ്പോൾ അന്ന് ഗോപന്മാരോടൊപ്പം വൃന്ദാവനത്തിലേക്ക് പശുക്കളെ മേയ്ക്കാൻ വേണ്ടി പോയി ഭഗവാൻ. കൃഷ്ണനും രാമനും ഒക്കെ ഒന്ന് തന്നെയാണല്ലോ. പശുക്കളെ മേയ്ക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ കാട്ടുതീ വന്നു. ഗോപന്മാർ കൃഷ്ണനോട് വിളിച്ചു പറഞ്ഞു, കൃഷ്ണ, കാട്ടുതീ ഇതാ വന്നു, ഞങ്ങളെ കാട്ടുതീയിൽപ്പെട്ട് വെന്തു മരിക്കും, രക്ഷിക്കൂ കൃഷ്ണ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ കൃഷ്ണൻ ഗോപന്മാരോട് എന്താ പറഞ്ഞത്? രക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ ഗോപന്മാരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ അല്പസമയം ഒന്ന് കണ്ണടയ്ക്കൂ. ഗോപന്മാർ കണ്ണടച്ചു. കണ്ണടച്ച സമയത്ത് ഭഗവാൻ ആ കാട്ടുതീ അങ്ങോട്ട് വിഴുങ്ങി. കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് വിഴുങ്ങിയത്. കാട്ടുതീ എങ്ങനെ വിഴുങ്ങാൻ പറ്റുമോ എന്നൊക്കെ യുക്തിവാദം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോഴൊക്കെ പുറത്തേക്ക് ചാടും. എത്ര ഭക്തന്മാരായാലും നമ്മുടെ ഉള്ളിൽ ഒരു ചെകുത്താൻ കിടക്കുന്നുണ്ട്, ഒരു യുക്തി രൂപത്തിൽ ഒരു ചെകുത്താൻ. അവൻ പുറത്തേക്ക് ചാടും. അവൻ ചോദിക്കും, ഐ തീ വിഴുങ്ങുകയോ എന്നൊക്കെ ചോദിക്കും. ഇവിടെ ഭക്തി ഉള്ളിലേക്ക് തികട്ടി വരുമ്പോൾ യുക്തിക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല. ഭക്തിയുടെ മുമ്പിൽ യുക്തി അലിഞ്ഞ് പോവും. അവിടെ യുക്തിയും ഭക്തിയും രണ്ടും നമുക്ക് വേർതിരിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അങ്ങനെയുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ അവിടെ ഇരുന്ന് കീർത്തനം ചൊല്ലുമ്പോൾ എന്തൊരു മഹാനുഭാവലു ത്യാഗരാജസ്വാമികളുടെ കീർത്തനം ചൊല്ലിയപ്പോൾ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് ശബ്ദം കിട്ടിയില്ല. ശബ്ദം പോയി. കീർത്തനം ചൊല്ലണമെങ്കിൽ ശബ്ദം വേണ്ടേ? രാഗം വിസ്തരിക്കണമെങ്കിൽ ശബ്ദം വേണ്ടേ? ശബ്ദം പോയാൽ എന്തു ചെയ്യും? ശ്രോതാക്കൾ അത്ഭുതപ്പെട്ടു പോയി. ഇത് ചരിത്രമാണ്, നടന്നതാണ്. ശബ്ദം പോയപ്പോൾ അദ്ദേഹം കരഞ്ഞു. വേദിയിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞു. കച്ചേരി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് ഇറങ്ങി. ഘടം വായിക്കുന്ന ആൾ മേൽപോട്ടും നോക്കി, മൃദംഗം വായിക്കുന്ന ആൾ മേൽപോട്ടും നോക്കി, വയലിൻ വായിക്കുന്ന ആൾ മേൽപോട്ടും നോക്കി. അവരൊക്കെ അവരുടെ ഭാണ്ഡം ഒക്കെ എടുത്ത് പൈസയൊക്കെ വാങ്ങിപ്പോയി. വൈദ്യനാഥ് ഭാഗവതർ ഒറ്റയ്ക്കായി. അദ്ദേഹം പിന്നെ ഒന്നും ചിന്തിച്ചില്ല. നേരെ അമ്പലത്തിൻ്റെ മുമ്പിൽ, ശ്രീകോവിലിൻ്റെ മുമ്പിൽ വന്നു നിന്നു. ഭാഗവതരല്ലേ, ബ്രാഹ്മണനല്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി മാറിക്കൊടുത്തു. സുഖമായി ഭഗവാനെ കണ്ടു തൊഴുതു കരഞ്ഞു. കരഞ്ഞപ്പോൾ പറയാൻ വയ്യ, ശബ്ദമില്ല. വൈദ്യനാഥ ഭാഗവതർ അവിടെ നിന്നുകൊണ്ട് മനസ്സുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, അങ്ങയെക്കുറിച്ച് പാടാൻ എനിക്ക് നാവില്ലാതെ പോയല്ലോ, ശബ്ദമില്ലാതെ പോയല്ലോ. എനിക്ക് എന്താണ് അസുഖം? ഭഗവാനെ, എന്നെ ഒന്ന് രക്ഷിക്കൂ. ചുവല്ലൂർ കൃഷ്ണൻകുട്ടിയെ പോലെയുള്ള സാഹിത്യകാരന്മാരൊക്കെ പറയുക, ഭഗവാൻ തന്നെ തൻ്റെ പാഞ്ചജന്യം എന്നുള്ള ശംഖ് വൈദ്യനാഥ ഭാഗവതരുടെ കണ്ഠത്തിൽ കൊടുത്തു എന്നാണ്. പാഞ്ചജന്യം ശംഖായിട്ട് ഭഗവാൻ വൈദ്യനാഥ ഭാഗവതർക്ക് കൊടുത്തു. അവിടെ നിന്ന് ഒരാൾ പിന്നിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചു എന്നാണ്. ഭാഗവതരെ, എന്താ കരയുന്നത്? അപ്പം അദ്ദേഹം ഈ പൊട്ടനെയൊക്കെ പോലെ, മൂകനെ പോലെ പറഞ്ഞു, ശബ്ദമില്ല, ഒന്നും കിട്ടുന്നില്ല. ആ പറഞ്ഞ ആളാരാ? വൈദ്യമഠം വലിയ നമ്പൂതിരിയാണ്, തൃത്താല. വൈദ്യമഠം വലിയ തിരുമേനി വന്നിട്ടാണ് പറഞ്ഞത്, വൈദ്യമഠത്തിലേക്ക് വരൂ, ഒരാഴ്ച കൊണ്ട് ഞാനത് മാറ്റിത്തരാം. ഒരാഴ്ചത്തെ കായകൽപ്പ ചികിത്സ, ഒരു ഒഴിച്ചിലും ധാരയും ഒക്കെ മതി, അവിടെ വരുമെന്ന് പറഞ്ഞു. വൈദ്യമഠത്തിൽ അഡ്മിറ്റായി. പിറ്റേ ദിവസം വൈദ്യമഠത്തിൽ അഡ്മിറ്റായിട്ട് ഒരാഴ്ച കൊണ്ട് അവിടുത്തെ ചികിത്സ കൊണ്ട് വൈദ്യനാഥ ഭാഗവതരുടെ ശബ്ദം തിരിച്ചു കിട്ടി. ശബ്ദം തിരിച്ചു കിട്ടിയപ്പോൾ രണ്ടാമത് അദ്ദേഹം അവിടെ വന്ന്
കച്ചേരി അവതരിപ്പിച്ചു. രണ്ടാമത് ആ പ്രത്യേകക്കാരനെ തിരിച്ചു വിളിച്ചു, ഘടക്കാരനെ തിരിച്ചു വിളിച്ചു, വയലിനെ വരൂര് നമുക്ക് സംഗീതം ആരാ ചെമ്പ്. അദ്ദേഹത്തിന് ശബ്ദം കിട്ടിയോ? കിട്ടി. അത്ഭുതം. ഭഗവാന്റെ ആ കാരുണ്യം. വേഗം അദ്ദേഹം അവിടെ വന്ന് ആ കീർത്തനം പാടി. കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ കടലീണ കൈ തൊഴുന്നീ കരുണ ചെയ്യുവാൻ എന്തു താമസം താമസം കൃഷ്ണ കടലിണ കൈ തൊഴുന്നീ. ആ കീർത്തനം മുഴുവനും പാടിക്കഴിഞ്ഞു. മുഴുവനും പാടാൻ വൈദ്യനാഥ ഭാഗവതർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആരാണ് അദ്ദേഹത്തിന് ശബ്ദം കൊടുത്തത്? ഭഗവാനാണ്. അതേ ഭഗവാൻ തന്നെ ഇവിടെ യുക്തിയും ഭക്തിയും തമ്മിൽ വേർതിരിച്ച് നമുക്ക് കഴിയില്ല. കാരണം യുക്തി വൈദ്യമഠം വലിയ തിരുമേനി അവിടെ വന്നു എന്നുള്ളതാണ്. പക്ഷേ വൈദ്യമഠം വലിയ തിരുമേനി അവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇദ്ദേഹം പടിപ്പുര കടന്ന് വൈദ്യമഠം മനക്കിലെത്തിയപ്പോൾ അവിടുത്തെ വലിയ തിരുമേനി ചോദിച്ചൊരു ചോദ്യം എന്താ ചോദിച്ചതെന്നറിയോ? ഞാൻ ഇപ്പം അടുത്തൊന്നും ഗുരുവായൂർക്ക് വന്നിട്ടില്ലല്ലോ, ഞാൻ അങ്ങയെ കണ്ടു എന്നോ, ഞാൻ ഇവിടേക്ക് വരാൻ പറഞ്ഞു എന്നോ, ഒരാഴ്ച അങ്ങയെ ഞാൻ ചികിത്സിക്കാമെന്ന് ഞാൻ പറഞ്ഞു എന്നോ, ഞാൻ അടുത്തൊന്നും അവിടേക്ക് വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ആരാണ് എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞത്? അദ്ദേഹത്തിന് വളരെയധികം ഇതായി. ആർക്ക്? ഈ ചെമ്പ വൈദ്യനാഥ ഭാഗവതർക്ക്. കാരണം അദ്ദേഹത്തിന് ഉറച്ചു വിശ്വസിച്ചു അദ്ദേഹം. കാരണം ഗുരുവായൂരപ്പൻ തന്നെയാണ് വൈദ്യമഠമായിട്ട് എൻ്റെ അടുത്ത് വന്ന് എന്നെ അങ്ങോട്ട് ചികിത്സയ്ക്ക് പറഞ്ഞയച്ചത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭക്തിയും യുക്തിയും തമ്മിലുള്ള ഒരു നൈരന്തര്യം മാത്രമേ ഉള്ളൂ. ഒരു നൈരന്തര്യം. ഏതാണ് ഭക്തി ഏതാണ് യുക്തി എന്ന് തിരിച്ചറിയാൻ കഴിയാതെ നമ്മൾ ഇരിക്കുന്നൊരു സന്ദർഭമുണ്ടല്ലോ. ആ സന്ദർഭമാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക, ഏറ്റവും മൂല്യവത്തായിട്ടുള്ളൊരു മുഹൂർത്തം എന്ന് പറയുന്നത്. അത്തരം മുഹൂർത്തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ രാമായണം വായിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതും ഒക്കെ. ഇത്തരം മുഹൂർത്തങ്ങൾ ഭട്ടതിരിപ്പാടിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം മുഹൂർത്തങ്ങൾ പൂന്താനത്തിനുണ്ടായിട്ടുണ്ട്, വില്യമംഗലത്തിനുണ്ടായിട്ടുണ്ട്, കുറൂരമ്മയ്ക്കുണ്ടായിട്ടുണ്ട്, ഇവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം മുഹൂർത്തങ്ങൾ എന്തുകൊണ്ട് നമുക്കുണ്ടാവുന്നില്ല? അത്ര ആത്മാർത്ഥമായ അലിഞ്ഞു പോകുന്ന ആ കല്ല് പോലും അലിഞ്ഞു പോകുന്ന ആ ഭക്തി അവിടെ ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഇത്തരം മുഹൂർത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമുക്കുണ്ടാകും. അവിടെ യുക്തി എന്ന ഒരു സംഭവം അലിഞ്ഞ് ഇല്ലാതായി ഭക്തി അവിടെ തെളിഞ്ഞു വരുമ്പോൾ ഏതാണ് യുക്തി ഏതാണ് ഭക്തി എന്നറിയാതെ അന്തം വിട്ട് നിൽക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയമാണ് നമ്മുടെ സമയം. ഇവിടെ അതാ ഉണ്ടായത്. വായ പൊളിച്ച ഭഗവാനാണ് എന്നറിയാം കുംഭകർണന്. കാട്ടുതീ വിഴുങ്ങിയ ഭഗവാനെ വിഴുങ്ങാനുണ്ടോ കുംഭകർണന് സാധിക്കുന്നു? മത്തപ്പരതരം നാണ്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. കോടാനുകോടി പ്രപഞ്ചത്തിൽ അനവധി ഭൂമികൾ, അനവധി സൂര്യന്മാർ, അനവധി ഗാലക്സികൾ, എത്രയെത്ര ആകാശഗംഗകൾ, അവിടെയൊക്കെ എത്രയെത്ര നക്ഷത്രജാലങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. എത്രയെത്ര ഭൂമികൾ, അതിന് എത്രയെത്ര ചന്ദ്രന്മാർ. ഇതെല്ലാം ഒരൊറ്റ പ്രേരണയിൽ മാതൃനക്ഷത്രത്തെ വലയം വയ്ക്കുന്നുണ്ടെങ്കിൽ ആ വലയം വയ്ക്കുന്ന ശക്തിയ പ്രപഞ്ചത്തിലെ ഊർജമുണ്ടല്ലോ, ഊർജം അത് അദൃശ്യമാണ്, അപരിമേയമാണ്, അപരിച്ഛിന്നമാണ്.
നമുക്ക് നമ്മുടെ ചെറിയ ഒരു ഭൂമിയിൽ ചെറിയൊരു മൂലയിലിരുന്ന് നമുക്കുണ്ടോ അപരിമേയമായ ആ സത്യത്തെക്കുറിച്ച് പറയാൻ നാവ് പൊന്തുന്നു, കഴിയുന്നു? സാധിക്കില്ല. അങ്ങനെയുള്ള ആ ശക്തിയെ കൊണ്ടോ കുംഭകർണന് വിഴുങ്ങാൻ സാധിക്കുന്നു? ആ സമയത്ത് ഭഗവാൻ പത്രികൾ വായിൽ നിറച്ചു രഘൂത്തമൻ വൃത്രാരിദേവതമായി വിളങ്ങിടിനോരസ്ത്രമേത് ഉത്തമാം ഗത്തെയും ഖണ്ഡിച്ചു. ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു എന്നാണ്. വായയും പൊളിച്ചുകൊണ്ട് തൻ്റെ നേരെ അങ്ങോട്ട് വരുമ്പോൾ ഭഗവാൻ പിന്നെ ഒന്നും ചെയ്തില്ല. തൻ്റെ ഭക്തനല്ലേ തൻ്റെ നേരെ വരുന്നത്, തൻ്റെ ഭക്തനാണ്. രാമ 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 എന്ന് എപ്പോഴും ഓർക്കുന്ന വിദ്വേഷഭക്തിയാണെന്ന് മാത്രം. എന്നിരുന്നാലും ആ ഭക്തനും കൊടുത്തു ഭഗവാൻ അനുഗ്രഹം. രാമബാണം കൊണ്ട് വായ നിറച്ചു. ആ ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസം ആ സ്പൂണിൽ കോരി ആ വായയിൽ അങ്ങനെ ഒഴിക്കുന്നത് പോലെ ഭഗവാൻ ആ കുംഭകർണൻ്റെ വായയിൽ അസ്ത്രം അങ്ങോട്ട് തറപ്പിച്ചു. അനവധി അനവധി അസ്ത്രങ്ങൾ ആ കുംഭകർണൻ്റെ വായയിൽ അങ്ങോട്ട് ചെന്ന് തറച്ച സമയത്ത് ഇനി അവസാനമായിട്ട് തൻ്റെ കയ്യിലുള്ള ബ്രഹ്മാസ്ത്രം ഭഗവാൻ പുറത്തെടുത്തു. ആ ബ്രഹ്മാസ്ത്രം അങ്ങോട്ട് എടുത്ത് അതുകൊണ്ട് ഉത്തമാം ഗത്തെയും ഖണ്ഡിച്ചു. വൃത്രാരിതാനും തെളിഞ്ഞാനതു നേരം ഉത്തമാംഗം പുരദ്വാരി വേണു മുറിഞ്ഞ് അബ്ദിയിൽ വീണിതു ദേഹവും അന്നേരം. കടലിലാണ് കുംഭകർണൻ്റെ ദേഹം വീണത്. കാരണം ലങ്കയാണല്ലോ, 4 ഭാഗവും സമുദ്രമാണ്. എവിടെയോ ഏതോ ഒരു സമുദ്രത്തിൽ ചെന്ന് പതിച്ചു ആ ദേഹം. ആ ബ്രഹ്മാസ്ത്രം ആ ദേഹത്തെ സമുദ്രത്തിൽ നിമജ്ജനം ചെയ്തു എന്ന് പറയാം. ഏറ്റവും പുണ്യമാണത്രേ അത്. മരണശേഷം നമ്മുടെ ദേഹം ഒഴുകുന്ന ഗംഗയിലോ നർമ്മദയിലോ സിന്ധുവിലോ കാവേരിയിലോ അതേപോലെ തന്നെ എവിടെയെങ്കിലും ഭാരതപ്പുഴയിലോ എവിടെയെങ്കിലും ഒഴുകിപ്പോകും. അത് ഭസ്മമായി അതങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകിപ്പോകും. അതുവരെ നമ്മൾ ആരായിരുന്നു, എന്തു പറഞ്ഞിരുന്നു, എന്ത് ജോലി ചെയ്തിരുന്നു, ഇതൊന്നും അവിടെ പ്രസക്തമല്ല. ഒരു പിടിചാരമായിട്ട് അവിടെ അലിഞ്ഞലിഞ്ഞലിഞ്ഞ് പോവും. അതുകൊണ്ടാണ് പഴയ ഒരു ഗാനമുണ്ട്, പഴയ ഒരു ഗാനം, ഹരിശ്ചന്ദ്രൻ എന്നൊരു സിനിമ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് പഴയ കാലത്ത്. വയലാറൊക്കെ സിനിമാ ഗാനം എഴുതുന്നതിന് മുമ്പ് സിനിമ ഗാനം എഴുതിയ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ ഒരു ഗാനമാണ് ആത്മവിദ്യാലയമേ, അല്ലേ? അതിലൊരു വരിയുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വരി. അതെന്താ? തിലകം ചാർത്തി ചീകിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ. തിലകം ചാർത്തി ചീകിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ. ഉലകം വെല്ലാൻ ഉഴറിയ നീയോ, ഉലകം വെല്ലാൻ ഉഴറിയ നീയോ, വില പിടിയാതൊരു തലയോടായി, വില പിടിയാതൊരു തലയോടായി ആത്മവിദ്യാലയമേ. ഇതാണ് അവനി. ഈ ഭൂമി ആത്മവിദ്യാലയമാണ്. ഞാനാണ് കേമൻ എന്ന് പറഞ്ഞ് കുംഭകർണൻ്റെ മാതിരി തല ഉയർത്തിപ്പിടിച്ച് വായ പൊളിച്ച് വരുന്ന ആ കുംഭകർണൻ്റെ കഥ പ്രകൃതി ഇല്ലാതാക്കി എന്നാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്, പ്രകൃതി പുരുഷോ എന്ന ഭേദ. ആ പ്രകൃതി തന്നെയാണ് കുംഭകർണൻ്റെ അന്ത്യം നിശ്ചയിച്ചത്. ആ കുംഭകർണനെ ഇല്ലാതാക്കി മാറ്റി. ആ ദേഹം നശിച്ചു പോയി. ഇനി അടുത്തത് ഇത് കണ്ടു നിന്നു എന്നാ.
കുംഭകർണൻ്റെ ഈ മരണം കണ്ടു നിന്ന ഒരാളുണ്ട്. അതാരാന്നറിയോ? നാരദ മഹർഷിയാണ്. നമ്മളൊക്കെ ഏഷണിക്കാരനാണ് എന്ന് പറഞ്ഞ് മുദ്രകുത്തിയ ഭക്തിയുടെ പ്രചാരകനായ ആ നാരദ മഹർഷി ഇതൊക്കെ കണ്ടു നിന്നപ്പോൾ നാരദ മഹർഷിയുടെ ഒരു സ്തുതിയുണ്ട്. ഈ രാമായണത്തിലെ ഇടയ്ക്കൊക്കെ കാണും. സ്തുതികളെ കൊണ്ട് സമ്പന്നമാണ് അധ്യാത്മരാമായണം, കിളിപ്പാട്ട്. രാമായണങ്ങൾ പലതുമുണ്ട്. അദ്ഭുത രാമായണം, ശാന്തി രാമായണം, ഹനുമാൻ എഴുതിയ രാമായണം, ഹനുമാൻ രാമായണം, വസിഷ്ഠൻ എഴുതിയ രാമായണം, വസിഷ്ഠ രാമായണം, വേദവ്യാസൻ എഴുതിയ രാമായണം, വ്യാസരാമായണം, ശ്രീ ശുകബ്രഹ്മർഷി എഴുതിയ രാമായണം, ശുകരാമായണം, കമ്പര എഴുതിയ രാമായണം, തമിഴ്നാട്ടിൽ കമ്പരാമായണം. എത്ര രാമായണം! ഇതിനൊക്കെ പുറമെ ഹിന്ദിയിൽ തുളസീദാസ് എഴുതിയ രാമായണം, രാമചരിതമാനസ്. അതിൽ തുളസീദാസ് പറയുന്നുണ്ട്, നാനാ പുരാണ നിഗമാഗമ സമ്മതം യത് രാമായണേ നിഗദിതം ക്വചിതന്യതോപി. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാമായണം തുടങ്ങിയത് തുളസീദാസ്. വേദങ്ങളിലും ശ്രുതികളിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ രാമായണത്തിലുമുണ്ട്. അതൊക്കെ ഉൾച്ചേർന്നതാണ് രാമായണം. അതുകൊണ്ട് നാരദ മഹർഷിയെക്കുറിച്ച് പറയുമ്പോൾ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ പ്രഭാഷണം തുടങ്ങിയത്. ആ ഭക്തിക്കും ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും ഊർജം കൊടുത്തത് ആരാ? നാരദ മഹർഷിയാണ്. അദ്ദേഹം എഴുതിയ ഒരു സൂത്രങ്ങളുണ്ട്, നാരദ ഭക്തി സൂത്രങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. നാരദ ഭക്തി സൂത്രങ്ങൾ. ഒരുപാട് സൂത്രങ്ങളുണ്ട് അതിൽ. തദേവ സാധ്യതാം നാസ്തി തേഷു ജാതി വിദ്യാരൂപകുലധന ക്രിയാതിഭേദ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സൂത്രങ്ങൾ. അതിൽ പറയുന്നത് ഭക്തിക്ക് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ല. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തിയാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അവിടെ വംശ വർണ്ണ വ്യത്യാസമൊന്നുമില്ല. രാമായണം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിലെ കഥാപാത്രങ്ങളായിട്ട് ആരാ? കുരങ്ങന്മാരുണ്ട്, രാക്ഷസന്മാരുണ്ട്, സർപ്പങ്ങളുണ്ട്, മറ്റ് ജന്തുക്കളുണ്ട്, ഉടലില്ലാത്ത കബന്ധങ്ങളുണ്ട്. എല്ലാവരും ഉൾച്ചേർന്ന പ്രകൃതിയുടെ ഒരു പരിച്ഛേദമാണ് ഈ രാമായണം എന്നുള്ളത്. പ്രകൃതിയുണ്ട് രാമായണത്തിൽ. അതുകൊണ്ടാണ് മഴയുണ്ട് രാമായണത്തിൽ, കാറ്റുണ്ട് രാമായണത്തിൽ, പുല്ലുണ്ട് രാമായണത്തിൽ, മൃഗങ്ങളുണ്ട് രാമായണത്തിൽ. മാരീചൻ മാനായിട്ടാണ് വന്നത് രാമായണത്തിൽ. ഗരുഡന്മാരുണ്ട് രാമായണത്തിൽ. സമ്പാദിയെപ്പോലെയുള്ളവർ രാമായണത്തിലുണ്ട്. ജടായുവിനെ പോലെയുള്ള കഴുകന്മാർ രാമായണത്തിലുണ്ട്. ഇവരൊക്കെ രാമഭക്തന്മാരാണ്. ഈ ജടായുവും സമ്പാദിയും കബന്ധനും കുംഭകർണനും വിഭീഷണനും അതേപോലെ തന്നെ സുരസയും ലങ്കാലക്ഷ്മിയും ഒക്കെ രാമഭക്തന്മാരായിട്ട് കാണാൻ സാധിക്കും. അവരൊക്കെ രാമഭക്തന്മാർ, അവരൊക്കെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ നാസ്തി തേഷു ജാതി വിദ്യ രൂപ കുല ധന ക്രിയാതി ഭേദ ന ഭേദ. ഇതാണ് നാരദ മഹർഷിയെക്കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. ആ നാരദ മഹർഷി അവസാനം വരുന്നു. ഇവിടെ ആ ഭഗവാനെ, കുംഭകർണനെ വധിച്ച ആ ഭഗവാനെ നാരദ മഹർഷി സ്തുതിക്കുന്നു. ആ നാരദ മഹർഷി സ്തുതിക്കുന്ന ഭാഗം നമുക്ക് നാളെ വിസ്തരിച്ച് പറയാം. നാളത്തോടുകൂടി ഈ പ്രഭാഷണം അവസാനിക്കുന്നതാണ്. എൻ്റെ പ്രഭാഷണം നാളെയും കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ നാരദ സ്തുതി നമുക്ക് നാളെ ചർച്ച ചെയ്യാം, അനുസന്ധാനം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണം കാടാമ്പഴമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു.